ഒരു സാധാരണ ഫാമിലിയിലെ കുട്ടി എന്ന് പറയുമ്പോൾ അവർക്കൊരു ജോലി അത്യാവശ്യമാണ്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ പഠിച്ചതിന് വീട്ടിലിരുന്നാലും ചെറിയൊരു ജോലിയായാലും ഒരു ജോലിക്ക് പോകണം. അത് പേയ്മെന്റ് മാത്രമല്ല നമുക്ക് തരുന്നത്, അതൊരു കോൺഫിഡൻസ് നമുക്ക് തരും. ചായ ഇടുന്നത് ബിനീഷ് തന്നെ ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ ചായ ഇടുന്നത് തന്നെ ഇടുന്നത്? അത് പുള്ളി എന്നോട് പറഞ്ഞത്, അതെ, ഒരു ദിവസം ഇത് ആരുമില്ലേലും എനിക്ക് തന്നെ ഇത് കുടിക്കാൻ പറ്റണം, തന്നെ ജീവിക്കാൻ പറ്റണം. പലപ്പോഴും സ്ത്രീകൾ വിചാരിക്കും ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് ഇത് വീട്ടിലെ എല്ലാ പരിപാടിയും പെർഫെക്റ്റ് ആക്കിയിട്ട് ഇതൊരിക്കലും നടക്കത്തില്ല. എത്രത്തോളം സപ്ലൈ ഉണ്ടായിരുന്നു? നന്നായിട്ട് സപ്ലൈ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്ത് അതൊരു വല്ലാത്തൊരു സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എല്ലാ കുട്ടികളും എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് പോകുമ്പോൾ സപ്ലൈ ഒക്കെ കിട്ടാറുണ്ടല്ലേ. എഞ്ചിനീയറിംഗ് സപ്ലൈ ഇല്ലെങ്കിൽ രസമില്ലല്ലോ. ഇല്ല, ബിസിനസ്സിന് അത് അത്യാവശ്യം തന്നെയാണ്. ബിസിനസ്സുകാർക്ക് ഒരു റിസർവ് ഫണ്ട് വളരെ അത്യാവശ്യമാണ്. നാളെ നമുക്കൊരു തട്ടുകേട് പറ്റുമ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മുടെ കയ്യിൽ കരുതൽ ധനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പേഴ്സണലിയും വേണം, കമ്പനിയുടെ ഭാഗമായിട്ടും അത് വേണം. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു വെൽത്തി സ്പോട്ട്ലൈറ്റ്. ഒറ്റയാൾ പോരാട്ടം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ബിസിനസ് മാഗ്നറ്റാണ്. ഇദ്ദേഹം ഒറ്റയ്ക്ക് നിന്നാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇന്ന് ആ കമ്പനിയിൽ 100-ലധികം സ്റ്റാഫ്സ് ഉണ്ട്. അദ്ദേഹം ഒരു അധ്യാപികയും കൂടെയാണ്, എന്നാൽ ആ കമ്പനിയുടെ സിഇഒയും കൂടെയാണ്. മറ്റാരുമല്ല, കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന കമ്പനിയുടെ സിഇഒയും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപികയായ ആശ ബിനീഷാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. ആശ ചേച്ചി, വെൽക്കം ടു ഷോ. താങ്ക് യു. സന്തോഷമാണ്, കാരണം ആദ്യമായിട്ടാണ് ഒരു പോഡ്കാസ്റ്റിൽ വരുന്നത്. അതിൻ്റെ സന്തോഷം ഉണ്ട്. ഓക്കെ, അപ്പോൾ ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്? ബേസിക്കലി ചെങ്ങന്നൂരാണ് നാട്. ചെങ്ങന്നൂരിനടുത്ത് പുന്തല എന്ന് പറയും, അവിടെയാണ് നാട്. ഇപ്പോൾ കൊച്ചിയിൽ സെറ്റിലായി. ചേച്ചി പഠിച്ചതൊക്കെ എന്താ? ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. അതാണ്. പിന്നീട് ഇപ്പോൾ ഞാൻ ടീച്ചിങ് മേഖലയിലാണ്. MBA ചെയ്തു. ഇങ്ങോട്ട് മാറി. ബിടെക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ചേച്ചിയുടെ ചില ഇൻ്റർവ്യൂസ് കണ്ടു. ബിടെക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേച്ചിക്ക് സപ്ലൈ ഉണ്ടായിരുന്നു. എത്രത്തോളം സപ്ലൈ ഉണ്ടായിരുന്നു? നന്നായിട്ട് സപ്ലൈ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്ത് അത് ആ ഒരു പാസ് ഔട്ട് ആയ വർഷങ്ങളിൽ തന്നെ എടുത്തു. പക്ഷേ അതൊരു വല്ലാത്തൊരു സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് പേപ്പർ ക്ലിയർ ചെയ്യുക. എല്ലാ കുട്ടികളും എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് പോകുമ്പോൾ സപ്ലൈ ഒക്കെ കിട്ടാറുണ്ടല്ലേ. എഞ്ചിനീയറിംഗ് സപ്ലൈ ഇല്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. ഇല്ല, പക്ഷേ അത് ഡ്രോപ്പ് ചെയ്തില്ല. തോന്നിയിരുന്നു, ആദ്യമൊക്കെ എനിക്ക് തോന്നി ഇതൊക്കെ എഴുതിയെടുക്കാൻ പറ്റുമോ. പക്ഷേ പിന്നീട് ഞാനതങ്ങ് പഠിച്ചെടുത്തു. അത് എഞ്ചിനീയറിംഗ് തന്ന ഒരു കോൺഫിഡൻസ് ആണ്. ഏത് സബ്ജക്റ്റ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും വളരെ ചുരുങ്ങിയ സമയത്തിൽ. സത്യത്തിൽ ഞാൻ ചേച്ചി ഗസ്റ്റായിട്ട് വരുന്നു, ചേച്ചിക്ക് വേണ്ടി കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞാണ് ചേച്ചിയെ പറ്റി ഡീറ്റെയിൽസ് ഞാൻ അറിയുന്നത്. വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ പോലും പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ബിക്കോസ് അത്രയ്ക്ക് ചേച്ചിയുടെ ചില വേർഡ്സൊക്കെ ഞാൻ ആലോചിച്ചു. നമ്മളൊക്കെ ആലോചിക്കുന്നതിൻ്റെ എക്സ്ട്രീമായിട്ട് ചേച്ചി ആലോചിച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് അത് ചെയ്തു. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ചേച്ചിയിൽ നിന്ന് എല്ലാം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യം ഒറ്റൊരു കാര്യം ഞാൻ ചോദിച്ചേക്കാം. ഒറ്റ ആളിൽ നിന്ന്, ഒരു സിംഗിൾ പേഴ്സണിൽ നിന്നാണ് ഇന്ന് 100-ലധികം സ്റ്റാഫ്സോട് കൂടി ചേച്ചി ഇത്രയും ഡെവലപ്ഡായി ഒരു വലിയൊരു ഓൺട്രപ്രണർ ആയത്, ഒരു കമ്പനിയുടെ, അതും ഒരു ക്രാക്കിംഗ് മേഖലയിൽ, അതായത് ഒരു സ്റ്റഡി മേഖലയിൽ വലിയൊരു ഓൺട്രപ്രണർ ആയത്. എങ്ങനെയായിരുന്നു ഈ സിംഗിളിൽ നിന്ന് 100 കണക്കിന് സ്റ്റാഫ്സ് വന്ന ആ ഒരു ജേണി? അതെ, എനിക്ക് തോന്നുന്നത് ഒന്നാമത് ബിസിനസ് പാരമ്പര്യമൊന്നുമില്ല. അച്ഛനും അമ്മയും, അച്ഛൻ സർക്കാർ സ്കൂൾ അധ്യാപകനായിരുന്നു, അമ്മ ഹൗസ് വൈഫ്. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ പോലും ഇന്നാണ് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിയുമ്പം കോളേജിലാണെങ്കിലും നമ്മൾ പ്ലേസ്മെൻറ്റ് സെല്ലിനോടൊപ്പം തന്നെ ഓണ്ടർപ്രണർഷിപ്പ് സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കും. ആ ഒരു സമയത്തൊന്നും, ഞാൻ പഠിച്ച സമയത്തൊന്നും 2006 പാസ് ഔട്ടാണ്. ആ വർഷമൊന്നും നമ്മുടെ കോളേജിൽ അങ്ങനെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് പറഞ്ഞു തരികയോ, എല്ലാം പ്ലേസ്മെൻറ്റിൻ്റെ പുറകിലാണ്. നമ്മളെല്ലാവരും ഒരു കമ്പനിയിലേക്ക് പ്ലേസ്ഡ് ആകുക, അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് എക്സാംസ്, ബിടെക് കഴിയുമ്പോൾ പറ്റുന്ന എക്സാംസ് ക്ലിയർ ചെയ്യുക, ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല. അപ്പം എനിക്ക് ലേണിംഗ് പ്രോസസ്സായിരുന്നു എൻ്റെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 100 എംപ്ലോയീസ് ആക്കുക, അല്ലെങ്കിൽ 140-ലേക്ക് എത്തുന്നു. ഇന്ന് നമ്മുടെ കമ്പനിയുടെ മൂല്യം 100 കോടിക്കധികം മൂല്യമുള്ള ഒരു കമ്പനിയിലേക്ക് എത്തി. അതൊരു പ്ലാൻഡ് ആകുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു പേടിയൊക്കെ തോന്നുന്നു. ഒന്നും അറിയാത്തത് കൊണ്ട് സിമ്പിളായിരുന്നു എൻ്റെ പ്രോസസ്സ്. പിന്നെ അവിടെ കുറച്ച് സ്ട്രാറ്റജീസ് ശ്രദ്ധിച്ചു. മെൻറ്റേഴ്സിനെ കൊണ്ടുവന്നു ഞാൻ. അതായത് ഓണ്ടർപ്രണർഷിപ്പ് പഠിപ്പിക്കാനായിട്ടുള്ള മെൻറ്റേഴ്സുണ്ട്. അവരെ എന്നിലേക്ക് ഞാൻ അത് പഠിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്ത് കുറേ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പഠിച്ചു. അതാണെന്ന് തോന്നുന്നു. പ്രോസസ്സ് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, പക്ഷേ എന്നാലും ബേസിക് വാല്യൂവിൽ ഇപ്പോഴും പഠിപ്പിക്കുന്ന എൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഒരു 3 വയസ്സുള്ള കുഞ്ഞു മുതൽ 60 വയസ്സുള്ള ആൾക്കാർക്ക് വരെ ഡിഫറെൻറ്റ് കോഴ്സ് പഠിക്കാവുന്നതാണ്. അപ്പം ഒരു കോഴ്സ് പഠിക്കാൻ പ്രധാനമായിട്ടും വരുന്നത് ഗവൺമെൻറ് ജോലികളിലേക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ വരുന്നത് എന്തായിരിക്കും, അവർക്കൊരു പെയിൻ ഉണ്ട്.
ഒരു ജോലി കിട്ടണം. ജോലി വേണം. അപ്പം അത് ആ ബേസ് വാല്യൂ എന്ന് പറയുന്നത് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഏകദേശം 6-ലധികം എക്സാംസിൽ 1ാം റാങ്കുകാരാണ് ഞങ്ങൾ. ഗ്രേറ്റ്. അപ്പോൾ ആ ഒരു അന്ന് തുടങ്ങിയത് ഇന്ന് റിസൾട്ട് ഉണ്ടായതുകൊണ്ട് നിലനിൽക്കുന്നു, ഇല്ലെങ്കിൽ നിലനിൽക്കത്തില്ലല്ലോ. അതാണ് ചെയ്യുന്നതിന് അത് എനിക്ക് തോന്നിയൊരു ആ ഒരു ട്രാൻസിഷൻ വലുതായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തില്ല. മേ ബി അതായിരിക്കും, പ്ലാൻഡ് ഒന്നും ഇല്ലാതെ ചെയ്തത് കൊണ്ടായിരിക്കാം മേ ബി ഇന്ന് 100 crores വർത്തുള്ള ഒരു കമ്പനിയായി മാറിയത്. ചേച്ചി അതുപോലെ തന്നെ ചേച്ചി ബിടെക് പഠിച്ചു. അവിടുന്ന് എപ്പോഴാണ് ഓക്കെ ഞാനൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങാം, ഇത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളാകും, ബിസിനസ്സായിട്ട് മാറുവാണെങ്കിൽ മറ്റുള്ളവർക്കും ഹെൽപ്ഫുള്ളാവും എന്ന് തോന്നിയ ഒരു തോട്ടിലൂടെ ചേച്ചി വന്നത്? എൻ്റെ പ്ലാനേ ആയിരുന്നില്ല ബിസിനസ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് എക്സാംസ് ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്ത് ഗവൺമെൻറ് എക്സാംസ്, ബാങ്ക് എക്സാംസ് ജോയിനിങ് ടൈമിലാണ്. എൻ്റെ ഹസ്ബൻഡും ആ സമയത്ത് ഗവൺമെൻറ് സെക്ടറിൽ തന്നെയാണ്. അപ്പം പ്രൈവറ്റ് മേഖലയിൽ നിന്ന് ഞങ്ങൾ വിട്ട് ഞങ്ങൾ ഒരുമിച്ച് എക്സാംസിന് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ആദ്യം അദ്ദേഹമാണ് കയറുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് മോനാകുന്ന സമയത്ത് എനിക്ക് ജോയിനിങ് ടൈമിലാണ്, മോനായതുകൊണ്ട് ആ സമയം ഉണ്ടായിരുന്നു എനിക്ക്. ആ പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, വെറുതെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പം അത്രയും നാൾ ഞാൻ ചെയ്ത് സോഫ്റ്റ്വെയർ പ്രൊഫഷനിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. പിന്നെ ബിടെക് കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ പഠിപ്പിക്കാൻ ഇറങ്ങുന്നുണ്ട്. നേരത്തെ തൊട്ടേ കോച്ചിങ്ങിന് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് കോച്ചിങ്ങിന് ക്ലാസ് കൊടുക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ രണ്ടെണ്ണോടെ മെർജ് ചെയ്ത് വെറുതെ ക്ലാസ് ഇട്ടതാണ്. ദെൻ ഇത് ഹിറ്റാവുമെന്ന് മനസ്സിലാവുന്ന യൂട്യൂബിൻ്റെ ഫസ്റ്റ് റവന്യൂ വരുന്നു. അന്ന് 7,000 rupees എങ്ങാണ്ടാണ് റവന്യൂ എന്ന് പറയുന്നത്. പക്ഷെ അത് ഒത്തിരി ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. ഒരു 3 മാസക്കാലത്തിനുള്ളിലേ എനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. അന്നേരം എനിക്ക് മനസ്സിലായി ഇതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ റവന്യൂ യൂട്യൂബ് ഇപ്പോഴും എൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. കാരണം ആ 7,000 rupees ഞാൻ അത്രയും മൂല്യം കൊടുത്തൊരു എമൗണ്ടാണ്, ഫസ്റ്റ് ടൈം കിട്ടുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കലി അന്ന് വളരെ കുറച്ച് യൂട്യൂബേഴ്സെ മലയാളത്തിൽ വീഡിയോസ് ചെയ്യുന്നുള്ളൂ. എത്ര നാളുകൾക്ക് മുമ്പ്? ഒരു 2015 ആ സമയത്താണ്, 14-15 സമയത്തേക്ക് ഏകദേശമാണ്. 15 ആ സമയത്തേക്കാണ് നമ്മൾ പറയുന്നത്. അപ്പം മലയാളത്തിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതുപോലെ വലിയാടൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല. പിന്നീട് അതൊരു ഇത് ചെയ്ത് മനസ്സിലായപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ജോലിക്ക് പോകുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ടെൻഷനുണ്ട്. ഇന്നും ഒരേ ജോലി ചെയ്യണം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ, അതായത് നമ്മൾ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആകുമെന്ന് തോന്നി. എന്തായിരുന്നു യൂട്യൂബ് കണ്ടന്റ് ശേഷം ഇട്ടിരുന്നത്? ഇതേപോലെ എക്സാംസിനുള്ള മാത്സിൻ്റെ ക്ലാസ് കൊടുത്തു. അപ്പോൾ ഷോർട്ട് കട്ട്സ് കൊടുത്തു. ഇപ്പോൾ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു, അത് 1 സെക്കൻഡ് കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ചിലത് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കണ്ടന്റ് കൊടുത്തപ്പം മലയാളത്തിൽ വളരെ കുറച്ചായിരുന്നു കണ്ടന്റ് ഉണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ആ ഒരു യൂട്യൂബിൽ ആദ്യം അത് ഞാൻ കൈ മാത്രം കാണിച്ചിട്ടേ ഉള്ളൂ അന്ന്. കാരണം എനിക്കൊരു ട്രൈപോഡൊന്നും ഇല്ല, ആകെ ഉണ്ട് ഒരു 2015 സമയത്ത്. അപ്പോൾ ഒരു ട്രൈപോഡൊന്നും ഇല്ല, ആകെ ഉള്ളത് എൻ്റെ ഒരു കയ്യിലൊരു റെഡ്മിയുടെ ഫോൺ മാത്രമാണ്. ആ ഒരു ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്യും, അതിങ്ങനെ ചാരി വെച്ചിട്ടായിരിക്കും. അപ്പോഴതിനിടയ്ക്ക് ചില സമയത്ത് ഫോൺ വരും, പിന്നെ കുഞ്ഞ് കരയും, അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അതിനിടയ്ക്കായിരിക്കും നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ട്രങ്കേറ്റ് ചെയ്യണമെന്ന് പറയില്ല ആദ്യത്തെ സമയത്ത്. വീഡിയോ എടുക്കുന്നു, ചെറിയ എഡിറ്റൊക്കെ ചെയ്ത് സൈസൊന്നും കുറേ അന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കുറേ സമയം എടുത്തായിരിക്കും അപ്ലോഡിങ് പ്രോസസ്സ് പോലെ. അങ്ങനെ വീഡിയോസ് കൈകൊണ്ട് എഴുതി പഠിപ്പിക്കുന്ന വീഡിയോസ് ആയിരുന്നു. അതിനുശേഷം ചേച്ചി എന്താ ചെയ്തത്? അവിടെ ഒരു വാടകയ്ക്ക് ഒരു റൂം എടുത്ത് ഇതിലേക്ക് പോയി. അത് ഒത്തിരി സ്റ്റാഫ്സ്, സ്റ്റുഡൻസിന്റെ ഒത്തിരി റിക്വസ്റ്റിന് ശേഷമാണോ? യൂട്യൂബിലൂടെ കുറേ കുട്ടികൾ, ബാംഗ്ലൂരൊക്കെ ഉള്ള കുട്ടികൾ ആ സമയത്ത് എക്സാംസ് വിളിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇത് ക്ലാസ് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മൊബൈൽ ആപ്ലിക്കേഷനോ വെബ്സൈറ്റിൽ കൂടെ ക്ലാസ് കൊടുക്കുന്നില്ല. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചത് എവിടെ വന്നാൽ പഠിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റുഡൻറ്റ് പോലും 2-3 സ്റ്റുഡൻസ് ബാംഗ്ലൂരിൽ നിന്ന് എത്തുന്ന കുട്ടികളാണ്. MTech ഒക്കെ കഴിഞ്ഞ കുട്ടികൾ. ഇപ്പം ദീപു എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തും കൂടിയാണ്. ദീപു ഇപ്പോൾ സർവീസിലുണ്ട്, KSF-ൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം അവർ ആദ്യം എത്തുന്നത് ജോലി. അപ്പോൾ ദീപുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മിസ്സേ ഇതേപോലെ ഞാൻ MTech കഴിഞ്ഞ ആളാണ്, ഞാൻ ജോലി ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുകയാണ്, പക്ഷേ എനിക്കതുകൊണ്ട് പറ്റണില്ല, എനിക്ക് ഗവൺമെൻറ് എക്സാം എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്, അപ്പം ഞാൻ വരട്ടെ എന്ന് ചോദിക്കുന്നു. ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞു, പോന്നേക്ക്, നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം മാത്സ് ബിടെക്കുകാരല്ലേ പഠിക്കുമ്പോൾ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. മാത്സ് അറിയാൻ പറ്റും, അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇംഗ്ലീഷ് എളുപ്പമാണ്. പിന്നെ ഞങ്ങൾ പഠിച്ചെടുക്കേണ്ടത് ഈ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള പേപ്പറാണ്. അതും
എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുമെന്നറിയാം. അങ്ങനെ ആദ്യത്തെ കുട്ടികൾ ദൂരെ നിന്ന് ഇവിടെ വന്നു നിന്ന് ഇവർ ഹോസ്റ്റലെടുത്ത് ഒരു 15ഓളം കുട്ടികളുണ്ടാവുന്നുണ്ട്. അവരിൽ നിന്ന് തന്നെ നമ്മൾ റിസൾട്ട് എടുത്ത് ക്രിയേറ്റ് ചെയ്തു. അവർ പിന്നെ മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ബാച്ചുകൾ എന്ന് പറയുന്നത്. പിന്നീട് അതൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാം, അതായത് ആ ഒരു ക്ലാസ് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി ഓൺലൈൻ ക്ലാസ് എന്ന രൂപത്തിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞ ആ ഏഞ്ചൽ അതാരായിരുന്നു? അത് ശരിക്കും ഒരു സാർ പഠിക്കാൻ വന്നതാണ്. അദ്ദേഹം ഇതേപോലെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ബിസിനസ് തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കറിയില്ല ഇദ്ദേഹം ആരാണെന്നൊന്നും അറിയില്ല. പക്ഷേ പുള്ളീൻ്റെ ആ ഒരു സ്ട്രഗിൾ പീരീഡ്, പുള്ളി എൻ്റെ ക്ലാസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ പറയും എനിക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്, പിന്നീട് കാണാൻ വേണ്ടിയാണ് ടീച്ചറെ ക്ലാസ് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഷൂട്ട് ചെയ്ത ശേഷം പുള്ളി ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ആപ്പിലോ ക്ലാസ് അങ്ങനെ എന്തോ ഒരു ടെലിഗ്രാം പോലെ എന്തോ ഒരു ഇതിലാണ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പുള്ളി എന്നെ കാണിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൂടാത്തെ. അപ്പോഴാണ് നമുക്കിതിനകത്ത് ഓൺലൈനിൽ അതോടൊപ്പം തന്നെ സെൻറ്ററിൽ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ഫീസൊക്കെ ചോദിക്കാൻ പറ്റുന്നവർ വേണം. ഇപ്പോൾ ഈ ഫീസൊക്കെ അടയ്ക്കാൻ സെൻറ്ററിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിലേക്കൊക്കെ എത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരും നാളെ തരാം എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കത് ചോദിക്കാനും ബുദ്ധിമുട്ടാണ്. ഞാൻ ഓർത്തു ഇങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ട്, കാരണം റെൻ്റൊക്കെ അടയ്ക്കണമല്ലോ. ആ സമയത്ത് ഞാനൊരു റവന്യൂ എടുക്കുന്നില്ല, ഇത് റൺ ചെയ്തുകൊണ്ട് പോകുന്നതേ ഉള്ളൂ, ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് പുള്ളി പറയുന്നത് ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് നിങ്ങൾ ഇപ്പോഴത്തെ ക്ലാസ്സുകൾ ഒരു വെബ്സൈറ്റിൽ കൂടെ എന്തെങ്കിലും ഓൺലൈനിലേക്ക് സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം 2-3 ദിവസത്തിനുള്ളിൽ പോവുകയും ചെയ്തു. പിന്നീട് ഞാനൊരു ടീമിനെ കണ്ടെത്തി ഡെവലപ്മെൻറ്റ് സൈഡിലേക്ക് മാറുകയായിരുന്നു. അതെ, അവിടുന്ന് ആ ഒറ്റ വാക്കിൽ നിന്നാണ് ഇന്ന് ഇത്രയും വലിയൊരു കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്നൊരു വലിയൊരു സ്ഥാപനത്തിന് CEO ആയിരുന്നത്. ഈ കോമ്പറ്റിറ്റീവ് ക്രാക്കർ അതിനെന്തെങ്കിലും ചേച്ചി സിമ്പിളായിട്ട് ഇട്ടാണോ, അതോ അതിന് എന്തെങ്കിലും കഥയുണ്ടോ ആ ഒരു ടൈറ്റിലിൻ്റെ ബിഹൈൻഡ്? ബ്രാൻഡ് നെയിം ഒന്നും സ്വാഭാവികമായിട്ട് വെറുതെ കോമ്പറ്റിറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുക, ആരോടും ചോദിക്കാനൊന്നും പോയില്ല, തന്നെ ഇട്ടതാണ്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇത്രയും വലിയ പേരുകളൊക്കെ. ഇപ്പോൾ ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുമ്പോൾ ഇപ്പം പറയും, നമ്മളോട് ബിസിനസ്സിൽ പറയും, ബ്രാൻഡ് നെയിം കൊടുക്കുമ്പം അത് സെർച്ച് പേജിൽ വരുന്നുണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ ആ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണല്ലോ. അതൊന്നും അറിയില്ല, നമ്മളെ കിട്ടും. പക്ഷേ അത് പിന്നീട് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ എല്ലാവരും ഇതിനെ CC എന്ന് തന്നെ പറയുന്നുണ്ട്. നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്നുള്ളത് CC എന്നുള്ള ചെറിയ പേരിലേക്ക് ചുരുങ്ങി പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ CC എന്നുള്ള ബ്രാൻഡ് നെയിം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആണല്ലേ? എത്രത്തോളം സബ്ജക്ട്സ് പഠിപ്പിക്കുന്നുണ്ടോ ഓവറോൾ? 3 വയസ്സുള്ള കുഞ്ഞിന് അക്ഷരം തൊട്ടുണ്ട്. അതായത് ആ പ്രോജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് കളരി എന്നാണ്. കളരി, അതായത് കുഞ്ഞു മക്കൾക്ക് അക്ഷരങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ഉച്ചാരണം തൊട്ട് പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും ഈ ചിഹ്നങ്ങൾ അറിയില്ല. ഇന്നത്തെ മക്കളൊക്കെ എത്തുമ്പോഴത്തേക്ക്, എനിക്ക് മോനുണ്ട്, എഴുതുമ്പോൾ ഒരു 100 തെറ്റായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ചിഹ്നങ്ങൾ മലയാളം എഴുതുന്നത്, കൂട്ടക്ഷരങ്ങൾ എഴുതുന്നത്, ഇതൊക്കെ തൊട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതും ഒരു TDS ആയിട്ട് അവന് പഠിക്കുന്ന ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടി നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവന് വേണ്ടാന്ന് പറയും. അടിയോ ഒന്നും പറ്റില്ലല്ലോ. അതും ഓൺലൈനിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവരെ വിഷ്വലി കൃത്യമായി ഇമ്പാക്റ്റ് ചെയ്യിപ്പിച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് സിമ്പിളി ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ അപ്പം അവിടെ കളരി എന്ന് പറയുന്ന പ്രോഡക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ദെൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വിങ്ങുണ്ട്. കുഞ്ഞുങ്ങളെ തന്നെ ഇൻഡിവിജ്വൽ ട്യൂഷൻ പഠിപ്പിക്കും. ഓരോ സബ്ജക്റ്റും സ്റ്റേറ്റും CBSEയും പഠിപ്പിക്കുന്നു. ദെൻ നവോദയ എക്സാംസ് ഒക്കെ ഇല്ലേ, ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാംസിന് കോച്ചിങ് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് തന്നെ സിവിൽ സർവീസ് ഫൗണ്ടേഷനുണ്ട്. 1 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ട്യൂഷൻ എല്ലാ വിഷയത്തിനും ഉണ്ട്. ദെൻ പിന്നെ മത്സര പരീക്ഷയാണ്. ഏത് പ്രായത്തിൽ PSC മത്സരം ഏത് പരീക്ഷ ആയിക്കോട്ടെ ഞങ്ങളുണ്ട്. ഈവൻ നേഴ്സിങ്, ടെക്നിക്കൽ എക്സാംസ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിങ്, അങ്ങനെയുള്ള എല്ലാ എക്സാംസിനെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പ്രധാനമായും ഞങ്ങളുടെ പ്രോജക്റ്റ് ടീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ്. അത് B.Ed TTC കഴിഞ്ഞ കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ക്വാളിഫയിങ് എക്സാമാണ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ KTET എന്ന് പറഞ്ഞ എക്സാം. ഓരോ വർഷവും 17% മാത്രമേ കേരളത്തിൽ അത് പാസ്സാവുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ട്, നമ്മുടെ ഹയർ സെക്കൻഡറിയിലേക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളത്. അവിടത്തേക്കുള്ള എക്സാം കൊടുക്കുന്നുണ്ട്. നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, കോളേജ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സാം. ഇങ്ങനെ സിവിൽ സർവീസ് വരെ എല്ലാ എക്സാം, ഏകദേശം എക്സാംസ് എല്ലാം തന്നെ ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനല്ല ഇതെല്ലാം ചെയ്യുന്നത്, നമ്മളൊരു 10-400ഓളം അധ്യാപകരെ
ഹയർ ചെയ്ത് ഓരോ വിഷയത്തിനും ഇപ്പം PhD ഉള്ള അധ്യാപകരുണ്ട്, ഡോക്ടറേറ്റ് ഉള്ള എല്ലാ അധ്യാപകരും ഉണ്ട്. അവർ ഒരു ബ്രാൻഡ് നെയിമിൽ എത്തുകയാണ്. CC എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമിൽ എത്തിയിട്ട് നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇങ്ങനെയാവണം, ഷൂട്ട് ക്ലാസ് ആവണം, അല്ലെങ്കിൽ സ്റ്റുഡിയോ ബേസ്ഡ് ക്ലാസ് ആവണം. ആ ക്വാളിറ്റി അഷ്വർ ചെയ്ത് തന്നെയാണ് ക്ലാസ്സിലേക്ക് ഇറങ്ങുന്നത്. ഒരു സാധാരണ വീട്ടമ്മയെന്ന് പറയത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് ശേഷി പഠിക്കുന്നുണ്ട്, ജോബ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഈ ഒരു CEO, ഒരു കമ്പനിയുടെ വലിയൊരു CEO ആവുക എന്ന് പറയുന്നത് സിമ്പിളായ കാര്യമില്ല. അതും ഒരു സ്ത്രീ. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കും ഡെവലപ്മെൻ്റ് ഉണ്ട്, പുരോഗതിയുണ്ട്. പക്ഷെ സ്ത്രീകളെ എല്ലായിടത്തും നമ്മൾ മുന്നോട്ട് വിടുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീയെ അടിച്ചമർത്താൻ പറ്റിയ സ്ഥാനങ്ങളിൽ അടിച്ചമർത്തുന്നുമുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ചേച്ചി ഈ ഒരു സക്സസ്സിൽ നിൽക്കുമ്പോൾ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? എൻ്റെ കേസിൽ സത്യം പറയാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അതായത് ചെറുതിലെ തൊട്ടേ അച്ഛൻ അധ്യാപകനായിരുന്നു. അപ്പം എന്തിനും എൻ്റെ വീട്ടിൽ നിന്ന് ഞാനായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു 4 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കാൻ വിടും. ഞാൻ കുറേ വർഷം ജില്ലാ കലാതിലകമായിരുന്നു. എല്ലാ മത്സരത്തിലും ഉണ്ടാകും. പ്രസംഗം, പദ്യപാരായണം, ഭരതനാട്യം, അങ്ങനെ ക്ലാസിക്കൽ ഡാൻസുകളെല്ലാം ഉണ്ട്. ഒട്ടംതുള്ളൽ, പിന്നെ കുറച്ച് കലാപരിപാടികളുണ്ടല്ലോ. ഒരു 9 ഐറ്റമാണ് അന്നത്തെ കാലത്ത് വരുന്നത്. എന്നാലേ നമുക്ക് കലാതിലകം കിട്ടത്തുള്ളൂ. അപ്പോൾ 9 ഞങ്ങളിങ്ങനെ ചോദിച്ച് സ്കൂളിൽ നിന്ന് വാങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാതിലകം എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ. എന്നെ ട്യൂഷന് വിടത്തില്ല വീട്ടിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷനും ഡാൻസ് ക്ലാസ്സൂടെ പോകത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള രണ്ടിനുള്ള പേയ്മെൻറ്റ് ഉണ്ടാകത്തില്ലല്ലോ. അച്ഛൻ ഒരാളുടെ വരുമാനമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഞാൻ പഠിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ ഡാൻസ് ശനി ഞായറും ഫുള്ള് ഡാൻസ് ഇതെല്ലാ ക്ലാസ്സുകളും ഉണ്ടാകും. അത് കഴിഞ്ഞ് തിങ്കൾ തൊട്ടുള്ള വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം അച്ഛൻ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. കഥാപ്രസംഗം, മോണോ ആക്ട്, ഇതൊക്കെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതിന് തൊട്ടേ ഞാൻ എന്ത് ഇവൻറ്റിനും എന്നെ എവിടെയും കൊണ്ടുപോകുമായിരുന്നു. എപ്പോഴും ഓർക്കും, കലോത്സവം വരുമ്പം അച്ഛൻ PF പൈസ എടുക്കും, അഡ്വാൻസ്ഡ് പേയ്മെൻറ്റ് എടുക്കും. കാരണം ഇത് നല്ല ചിലവാണല്ലോ. അമ്മയുടെ താലിമാല വരെ പണയത്തിലായിരിക്കും. ഓൾട്ടർനേറ്റ് എല്ലാ 6 മാസവും അടുത്ത കലോത്സവം വരുമ്പോഴത്തേന് വീണ്ടും 6 മാസം കഴിയുമ്പോൾ അച്ഛൻ ഇത് എടുത്തു കൊടുക്കും. അടുത്ത കലോത്സവം വരുമ്പോൾ വീണ്ടും ഇത് വെക്കും. ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊരു 10ാം ക്ലാസ്സിൽ മാത്രം എത്തിയപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഈ വർഷം നമ്മൾ കലോത്സവത്തിന് വേണ്ടി ഇറങ്ങുന്നില്ല, ഡാൻസ് പ്രോഗ്രാമിനൊന്നും ഇറങ്ങുന്നില്ല. അങ്ങനെ ആ വർഷമൊക്കെ മാത്രമാണെന്ന് തോന്നുന്നു ഞാൻ ചെയ്യാതിരുന്നിട്ടുള്ളത്. അത്രയ്ക്കും വീട്ടിൽ നിന്ന് സപ്പോർട്ടായിരിക്കും. എല്ലാ മത്സരത്തിനും പോകും. പിന്നെ എൻ്റെ ബ്രദറുണ്ട്. ഇപ്പോൾ ദൂരെയൊക്കെയുള്ള മത്സരത്തിന് ബ്രദർ കൊണ്ടുപോകും. അച്ഛന് വരാൻ പറ്റാത്ത ദിവസം, അമ്മയ്ക്കും വരാൻ പറ്റാത്ത ദിവസം. അങ്ങനെ ചെറുപ്പം തൊട്ടിൽ എനിക്കൊന്ന് കലോത്സവ മത്സരവേദികൾ, എൻ്റെ നാട് അങ്ങനെയുള്ളൊരു നാടാണ്. ഒരുപാട് ക്ലബ്ബൊക്കെ ഉള്ളൊരു നാട്. അപ്പം അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് സ്ത്രീ ആകുമ്പം പുറകിലേക്ക് പോകണമെന്നൊന്നുമില്ല. പക്ഷേ സ്ത്രീ എന്നുള്ള രീതിയിൽ ഇപ്പം എൻ്റെ അമ്മ അത്ര വലിയ 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ ഇപ്പോൾ ചെറുതിലേ പറയും, എന്തായാലും ഒരു സ്ത്രീ ആയിരിക്കുമ്പം ഒരു അടിപ്പാവാടെയെങ്കിലും സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റണം. അമ്മ എപ്പോഴും പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എഡ്യൂക്കേഷനാണ് വേണ്ടത്. മികച്ച ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, BA ഭരതനാട്യത്തിന് പോകണമെന്നൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് വാശി പിടിച്ചു. അപ്പോഴും എൻ്റെ ഡാൻസ് ടീച്ചർ പോലും പറഞ്ഞത്, നരിയാപുരം ജയശ്രീ എന്ന് പറയുന്ന ടീച്ചർ എന്നെ പഠിപ്പിച്ചത്. ടീച്ചർ എന്നോട് പറഞ്ഞത്, ആശ എടുക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തോ, അതിൻ്റെ പാരലി ചെയ്താൽ മതി. കാരണം എന്നും ഡാൻസ് നല്ല പ്രൊഫഷനാണ്, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സാകുമ്പം മെയിൻ മേഖല അതാകും, എന്ന് റവന്യൂ ഉണ്ടാകും എന്നാണ്. കാരണം ഇപ്പം കേൾക്കുന്ന ചിലവർക്ക് തോന്നും റവന്യൂ മാത്രമല്ലല്ലോ കാര്യം എന്നുള്ളത്. പക്ഷേ ഒരു സാധാരണ ഫാമിലിയിലെ കുട്ടി എന്ന് പറയുമ്പം അവർക്കൊരു ജോലി അത്യാവശ്യമാണ്. അതെൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴും ഞാനിപ്പോഴും എൻ്റെ എല്ലാവരോടും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ പഠിച്ചതിൽ വീട്ടിലിരുന്നാലും ചെറിയൊരു ജോലിയായാലും ഒരു ജോലിക്ക് പോകണം. അത് പേയ്മെൻറ്റ് മാത്രമല്ല നമുക്ക് തരുന്നത്, അതൊരു കോൺഫിഡൻസ് നമുക്ക് തരും. നമുക്കിഷ്ടമുള്ള ഒരു സാധനം, അല്ലെങ്കിൽ നമ്മുടെ മോന് ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടം മേടിക്കാൻ, അല്ലെങ്കിൽ അവനൊരു ഫുഡ് മേടിച്ചു കൊടുക്കാൻ, അല്ലേ, ആരോടും ചോദിക്കാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും അതിനു വേണ്ടിയല്ലേ. അപ്പം അതെപ്പോഴും എനിക്ക് തോന്നാറുണ്ട് സ്വന്തമായിട്ട്. പിന്നെ ഏത് സമയത്തും നമുക്ക് ലേണറാകാം, അല്ലേ. എപ്പം വേണേലും ഇപ്പോഴത്തെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെ വന്നപ്പോൾ അതിൻ്റെ മെച്ചം അത് തന്നെയാണ്. ആർക്കും എവിടെ ഇരുന്നും പഠിക്കാൻ പറ്റും. പണ്ട് ഒരു സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പോകണമെങ്കിൽ ഡൽഹി പറയും, തീർച്ചയായിട്ടും ഡൽഹി പറയും. ഇന്ന് ഡൽഹിയിലെ അധ്യാപകർ, ഇവിടെ ഇപ്പം കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു ഡൽഹിയിലുള്ള അധ്യാപകരെക്കാൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റിലായിരിക്കും കൂടുതൽ അധ്യാപകർ പോകുന്നത്. അത്രയ്ക്ക് അധ്യാപകർ എവിടെയും കണ്ടൻറ്റ് കിട്ടുക. സോ ആർക്കും എപ്പം വേണേലും പഠിക്കാം. നമ്മൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ചാൽ മതി. പഠിക്കാൻ ആരും അറിയത്തുപോലും ഇല്ല. ഒരു ഫോൺ ഉണ്ടോയെന്നുണ്ടെങ്കിൽ
ഇന്നത്തെ കാലത്ത് എല്ലാം ഒരു എല്ലാം നമുക്ക് വിരൽത്തുമ്പിലാണ്. പഠിക്കാം. യൂട്യൂബിൽ പഠിക്കാം, ഇൻസ്റ്റയിൽ പഠിക്കാം, എവിടെ പഠിക്കാൻ പറ്റാത്തത്. പക്ഷെ അതിനൊരു മൈൻഡ് സെറ്റ് വേണം. തീർച്ചയായിട്ടും അത് ചേച്ചി പറഞ്ഞാൽ ശരിയായിരിക്കും. ഒരർത്ഥത്തിൽ ചേച്ചി ഒരു BA ഭരതനാട്യം എടുത്ത് മുന്നോട്ട് പോവുമായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ CEO ആയിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ലായിരുന്നു. അന്ന് ചേച്ചി ബിടെക് എടുത്ത് പോയി ആ വഴി വന്നുകൊണ്ടായിരുന്നു പിന്നീട് ഒരു ബിസിനസ് മൈൻഡിലേക്ക് പോയതും ഇന്ന് ഇത്രയും വലിയൊരു CEO ആയിരിക്കുന്നതും അല്ലേ? അതിൽ ചിലപ്പോൾ വേറൊരു ഫ്യൂച്ചർ ആയിരിക്കും എനിക്ക് അവിടെ ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ ഡാൻസ് കേട്ടോ എന്താ മാറ്റിയിട്ടില്ല. ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ചെയ്യാതിരിക്കുകയായിരുന്നു. ഒരു 3-4 വർഷമായിട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ ആയപ്പോൾ എനിക്ക് നന്നായിട്ട് വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്ത് 57 കിലോയിൽ കിടന്ന ഞാൻ ഇപ്പോൾ ഒരു 10-70 കിലോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ക്ലാസ്. കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായപ്പം ഞാൻ അന്നാണ് വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം പ്രോഗ്രാമിലേക്ക് ക്ലാസ്സിന് പോയി തുടങ്ങി. ചേച്ചിയുടെ എന്തെടുത്താലും ചേച്ചിയുടെ ലൈഫ് ഈ ഒരു സ്ട്രക്ചർ എടുത്താൽ പോലും ജേർണി എടുത്താൽ പോലും അവിടെ പറയുന്നത് എന്തും പഠിക്കാൻ ഏത് പ്രായവും ഓക്കെയാണ് അല്ലേ? ഇപ്പൊ ഡെഫിനറ്റ്ലി 2 കുട്ടികളുണ്ട് ചേച്ചിക്ക്. 2 ആൺകുട്ടികളാണ്. ഒരാള് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിരഞ്ജനും കുഞ്ഞുവാവ 2 വയസ്സുള്ള മോനും. മോന്റെ പേര് നീരജ് നിരജ. അവരുടെ അമ്മയാണ്. ഡെഫിനറ്റ്ലി സ്ത്രീകൾ എന്ന് പറയുന്നത് ആഫ്റ്റർ മാരേജ് 2 കുട്ടികളും കൂടെ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല. ഡാൻസ് പാട്ട് അങ്ങനെയൊന്നും പോകാറില്ല. പക്ഷെ ഇപ്പോൾ മാറി വരുന്നുണ്ട്. അത് ചേച്ചി ഇപ്പോഴും പറയുന്നുണ്ട് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ വീണ്ടും എനിക്കൊരു ഹാപ്പിനെസ്സിന് വേണ്ടി എൻ്റെ ഒരു പാഷൻ ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്. ഇപ്പൊ എല്ലാവർക്കും എനിക്കൊന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും. പക്ഷെ പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കാം. ഇപ്പം എനിക്ക് പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് അവെയറാണ്. പഴയ സൊസൈറ്റിനേക്കാളിലൊക്കെ അവെയറാണ്. അവർ ഹാപ്പി ആയിരിക്കണം. അവരുടെ ജീവിതശൈലികളെ പറ്റിയൊക്കെ എല്ലാ സ്ത്രീകളും തന്നെ ഇപ്പോൾ ചെക്കപ്പിൻ്റെ കേസിൽ സ്ത്രീകളൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ ഒരു 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ പ്രോപ്പർ ചെക്കപ്പിലേക്ക് എത്തണം എന്നൊക്കെ പല ക്യാമ്പയിൻസ് ഉണ്ട്. അതിനകത്തൊക്കെ എല്ലാവരും അവെയറാണ് അവരുടെ ഒരു അവകാശം. പക്ഷെ ഇതൊക്കെ അറിയാതെ വേറെ ഒരു സമൂഹം വീണ്ടും ഉണ്ട് ഈ നമ്മുടെ കൂട്ടത്തിൽ. അത് ശരി. ചേച്ചി പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇപ്പം ചേച്ചി മാരീഡ് കഴിഞ്ഞു, കുട്ടിയായി. ആദ്യത്തെ മോൻ നിരഞ്ജൻ അല്ലേ, അവൻ കുഞ്ഞായ സമയത്തായിരുന്നു ചേച്ചി ബിസിനസ്സിലോട്ട് പോയിരുന്നത്. പൊതുവേ നമ്മൾ സ്ത്രീകളായിക്കോട്ടെ, നമ്മളൊരു മാരേജ് ചെയ്യാൻ പോകുന്ന കപ്പിൾസോ അല്ലെങ്കിൽ മാരേജ് ചെയ്ത കപ്പിൾസോ അവർ പറയും ഓക്കെ നമുക്ക് ഇപ്പോഴേ കുട്ടികൾ വേണം, നമ്മളൊന്ന് സ്റ്റെബിലിറ്റി എത്തിയിട്ട് മതി, നമുക്കൊരു ഒരു സ്റ്റാൻഡ് എത്തിയിട്ട് മതി നമുക്കൊരു കുട്ടി എന്നുള്ളൊരു തിങ്കിങ് ആണ് ഇന്നത്തെ ഈ സമൂഹത്തിൽ. നമ്മൾ ആര് ചിന്തിച്ചാലും അങ്ങനെ ചിന്തിക്കും. പക്ഷെ അതിൽ നിന്ന് മാറി കുട്ടിയായിട്ടും ഓക്കെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡിൻ്റെ കാര്യം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പമാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് പോയത്. അപ്പോൾ ഈ ജേർണിയുടെ ടൈമിൽ ചേച്ചിക്ക് എന്തൊക്കെ സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്? എനിക്ക് അവിടെ ഒരു കറക്ഷനുണ്ട്. ഞാനൊരു പെർഫെക്റ്റ് മാത്രമൊന്നും അല്ല കേട്ടോ. അതായത് കുഞ്ഞിൻ്റെ കാര്യം പെർഫെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. അതായത് എൻ്റെ മോനായാലും അവർ അത്യാവശ്യം അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്തു പഠിക്കാനാണെങ്കിൽ പോലും അവൻ തന്നെ ഇരിക്കും. ഞാൻ എൻ്റെ അമ്മ കളിയാക്കുന്ന ലോകത്തിലുള്ള ആരെയും അവൾ പഠിപ്പിക്കും, സ്വന്തം മക്കളെ പഠിപ്പിക്കത്തില്ലെന്ന്. പക്ഷേ അവൻ പഠിക്കുന്ന സ്കൂളിലായാലും വായിക്കാൻ ഞാനിപ്പോൾ അവനെ പറയും, നീ കുറേ കൂടെ വായിക്ക്, പത്രം രാവിലെ വായിപ്പിക്കും, അത് ഞാൻ കൂടെ ഇരിക്കും. അല്ല എങ്കിൽ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് എടുക്കും, നല്ല സിനിമകൾ കാണാൻ കൂടി ഇരിക്കും. ഹസ്ബൻഡിൻ്റെ കേസിൽ ബിനീഷിൻ്റേതായ ഒരു വഴിയിലാണ്. എപ്പോഴും പറയും, കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു ചായ ഇടുന്നത് ബിനീഷ് തന്നെ ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ ചായ ഇടുന്നത് തന്നെ ഇടുന്നത്? അത് പുള്ളി എന്നോട് പറഞ്ഞത് അതെ ഒരു ദിവസം ഇതാരുമില്ലെങ്കിലും എനിക്ക് തന്നെ ഇത് കുടിക്കാൻ പറ്റണം, തന്നെ ജീവിക്കാൻ പറ്റണം എന്ന്. ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും സ്ത്രീകൾ വിചാരിക്കും ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് ഇത് വീട്ടിലെ എല്ലാ പരിപാടിയും പെർഫെക്റ്റ് ആക്കിയിട്ട് ഇതൊരിക്കലും നടക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് ചില ദിവസം പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്ന ദിവസങ്ങളുണ്ടായിരിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ചിലപ്പോൾ സ്കൂളിൽ മാർക്ക് കുറയുമ്പം അല്ലെങ്കിൽ സ്കൂളിലൊന്നും എഴുതാതെ പോകുമ്പം ടീച്ചേഴ്സ് വഴക്ക് പറയും, ഞങ്ങളെയും പേരൻസ് വഴക്ക് പറയും. പക്ഷേ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എനിക്കൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. മീൻവയൽ ഇതിനോടൊപ്പം തന്നെ അപ്പോൾ അവരും അഡ്ജസ്റ്റ് ആകും. അവരൊരു ചായ അനത്തി കുടിച്ചാലോ അല്ലെങ്കിൽ അവർ ചില സമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും, നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരു ചില സമയത്ത് ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് നമ്മളൊരു മാതൃകാ ദമ്പതികളോ ഒന്നുമല്ല, നമ്മൾ പരസ്പരം വഴക്കുണ്ടാക്കും. അവർ ഇഷ്യൂസ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഇപ്പം ബിനീഷ് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒഫീഷ്യൽ വിഷയങ്ങളിൽ പോലും നമ്മൾ പ്രശ്നങ്ങൾ പറയാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, സ്വാഭാവികമാണ്. അത് അതിൻ്റെതായ രീതിയിൽ അങ്ങ് നടന്നു പോകും.
പെർഫെക്റ്റ് ആകാതിരുന്ന് കഴിഞ്ഞാൽ എല്ലാം തീർന്നിട്ട് നമ്മളൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ നമുക്കുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജീവിതമൊക്കെ നമുക്കറിയാം എത്ര പെട്ടെന്നാണ്. നമ്മുടെയൊക്കെ ഒരു ലൈഫ് എന്ന് പറയുന്നത് പണ്ട് 40 വയസ്സ് 60 വയസ്സൊക്കെ കിട്ടിയിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ എത്ര പെട്ടെന്നാണ് അല്ലേ അസുഖങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ഉള്ള സമയം ഹാപ്പി ആയിട്ട് ജീവിക്കുക, നമ്മുടെ ഇഷ്ടം എന്തൊക്കെയാണോ അതൊക്കെ നേരത്തെ ചെയ്യുക എന്നുള്ളൊരു പ്ലാനേ ഉള്ളൂ. അത് ചേച്ചി പറഞ്ഞ സത്യം. ചേട്ടൻ ബിനീഷ് ചേട്ടൻ പുള്ളി ചേച്ചിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ബിക്കോസ് ഫസ്റ്റ് ടൈം ചേച്ചി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ 30,000 രൂപയാണ് എൻ്റെ ആദ്യത്തെ റെൻറ്റ് കൊടുത്തിരുന്നത് ട്യൂഷൻ സെൻറ്ററിന് വേണ്ടി. സ്വർണ്ണം എങ്ങാണ്ട് വിറ്റാണ് ചേച്ചി കൊടുത്തിരുന്നത്. അന്ന് പോലും വീട്ടിൽ എൻ്റെക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് എനിക്ക് ഈ റെൻറ്റ് കൊടുക്കാനേ വരുന്നുള്ളൂ. വീട്ടിലെ ചിലവും എല്ലാം ഹസ്ബൻഡായിരുന്നു നോക്കിയിരുന്നത്. പൊതുവേ നമ്മൾ പറയുന്ന ഒരു വേർഡാണ് എവറി മെൻ, എല്ലാ പുരുഷന്മാരുടെയും പുറകിൽ ഒരു എല്ലാ സക്സസ് ആയ പുരുഷന്മാരുടെ പുറകിൽ ഒരു സ്ത്രീ കാണുമെന്ന്. ഇവിടെ നേരെ തിരിച്ചാ, ഇവിടെ സക്സസ് ആയ ചേച്ചിയുടെ പുറകിൽ ബാക്ക് ബോൺ ആയി നിൽക്കുന്ന ചേട്ടനാണ്, ഒരു മെന്നാണ് അല്ലേ? അതായത് എൻ്റെ പുറകിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 ഡയറക്ടേഴ്സാണ്. ഒന്ന് ഞാൻ, ഒന്ന് അഭിലാഷിൻ്റെ ബ്രദറാണ്, പിന്നെ ബിനീഷ്. അപ്പം എന്ത് കാര്യങ്ങളിലും ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് അവർക്കൊരു പരസ്പരം ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം എനിക്ക് ടീച്ചിങ്, അല്ലെങ്കിൽ ഞാൻ ഓപ്പറേഷൻ സൈഡാണ് ഇപ്പോൾ കമ്പനിയുടെ നോക്കുന്നത്. ഓപ്പറേഷൻ സൈഡിൽ അതിൻ്റെ QC നോക്കുന്നുണ്ട്, ക്ലാസ്സുകൾ ഇപ്പോഴും എടുക്കുന്നുണ്ട്. ഞാൻ അധ്യാപിക എന്നുള്ള നിലയിൽ ഓപ്പറേഷൻ സൈഡാണ് ഞാൻ നോക്കുന്നത്. HR ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നോക്കുന്നത് ബിനീഷാണ്. കാരണം അദ്ദേഹം ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പൊതുമേഖലാ സ്ഥാപനത്തിൽ. സെയിൽസ് നോക്കുന്നത് അഭിലാഷാണ്. അപ്പം ഈ ഓരോ മേഖലയിലും ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു മീറ്റിംഗ് ഉണ്ടാവും, ഡയറക്ടേഴ്സ് ഒരു മീറ്റിംഗ് ഉണ്ടാകും. അത് പക്ക ഒഫീഷ്യൽ തന്നെയായിരിക്കും. അപ്പം ഓരോരുത്തരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കൃത്യമായ ഒരു അവലോകനം രാവിലെ തന്നെ നമ്മൾ നടത്തും. എന്തൊക്കെയാണ് കമ്പനിയുടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് കാണുകയാണെങ്കിൽ കാണും, HR-ലാണെങ്കിൽ അത് കാണും. അതിനൊരു റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം അതിന് വൈകുന്നേരം അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സിൽ തന്നെ എന്തെങ്കിലും ഒരു ഡിസിഷൻ വരുന്നത് 3 പേരും കോമൺലി എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും. ചിലപ്പം വിരുദ്ധ അഭിപ്രായങ്ങളായിരിക്കും, അത് പറഞ്ഞു തീർക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഏത് കാര്യത്തിലും പേഴ്സണൽ ലൈഫിൽ ബിനീഷ് പിന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് തോന്നാറുണ്ട്. അതായത് ഇപ്പം രണ്ടാമത് ഞാൻ മദറായി കഴിഞ്ഞ ശേഷം വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഓഫീസിലേക്ക് എത്തേണ്ടി വന്നു. ഒരു 7-8 ദിവസമായപ്പോൾ ഞാൻ എൻ്റെ ടീമിനെ മീറ്റ് ചെയ്തു. ആ സമയത്തൊക്കെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ അച്ഛനെന്നുള്ള ഭയങ്കര കരുതലുള്ള ഒരാളാണ്. അപ്പോൾ പേഴ്സണൽ സ്പേസിലാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര പെർഫെക്റ്റ് അച്ഛനായിട്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്, സപ്പോർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ഏർലി മോർണിംഗ് 5 മണിക്ക് എനിക്ക് ക്ലാസ്സുകൾ ഉണ്ടാകാറുണ്ട്. നൈറ്റിൽ ചിലപ്പോൾ 11 മണി വരെ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴും മാനേജ് ചെയ്തു പോകുന്നത് ഇവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ്, എല്ലാവരും ഉണ്ടായതുകൊണ്ടാണ്. അതെ, ആ പുള്ളിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സക്സസ് വിമൺ ആയിട്ട് ഇന്ന് നമ്മുടെ കൂടെ വെൽത്തി സ്പോട്ട്ലൈറ്റ് ചേച്ചി ഇരിക്കുന്നത്. അതെ, ഒരു ജോബ് കിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള ഒരു ജോബ് കിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവരും ചോദിച്ചു, എന്തിനാണ്, ഞങ്ങൾ കുറച്ച് നാൾ ആരോടും പറയാതെ പോലും ഇരുന്നു, എന്തിനാണ് ഇത്രയും നല്ലൊരു ജോബ് കിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. പക്ഷേ ഞങ്ങൾക്കറിയാം ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ചിലപ്പോൾ എനിക്ക് എത്താൻ പറ്റാത്ത, മാർക്കറ്റിംഗ് സൈഡിലൊക്കെ എനിക്ക് എത്താൻ പറ്റാത്ത സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് വേണമായിരുന്നു നിർബന്ധമായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ ജോബൊക്കെ കിറ്റ് ചെയ്തിട്ട് ഫുൾ ടൈം ബിസിനസ്സിലേക്ക് മാറുന്നത്. ചേച്ചി അതേപോലെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, നമ്മുടെ സ്ത്രീകളെ പറ്റി നമ്മൾ പറയുവാണെങ്കിൽ ഒത്തിരി സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഒത്തിരി സ്ത്രീകൾ പറയാറുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ളൊരു ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ കാണത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് പറ്റാതെ വരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചേച്ചിക്ക് പറയാൻ, അവരോട് പറഞ്ഞു കൊടുക്കാൻ എന്താ ഉള്ളത്? ആദ്യം തന്നെ ബിസിനസ് തുടങ്ങാൻ ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അതിൽ പിന്നെ ഒരു ആശയം വെച്ച് നമ്മൾ ഒരുപാട് നാൾ നിൽക്കുന്നതിലും നല്ലത് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക. അത് ഫ്രം ദ ബേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ പലപ്പോഴും സ്ത്രീകൾ ഒരുപാട് രൂപയൊക്കെ എടുത്തു വെച്ച്, എല്ലാ സ്ത്രീകൾക്കും ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. എൻ്റെ ഒരു കേസ് പറയുമ്പോൾ ഒരു 30,000 രൂപയ്ക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു റവന്യൂ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുക. പിന്നീട് പലപ്പോഴും എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ ആണെങ്കിൽ പോലും പലരും അത് തുടങ്ങിയിട്ട് എനിക്ക് സൗകര്യമുള്ള സമയത്ത് മാത്രമാണ് പലപ്പോഴും ഞാൻ പാർലറിൽ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒഴിവ് സമയമല്ല ഒരു ബിസിനസ്സാണ് എന്നാണ് പലരും ചിലവരെങ്കിലും കരുതാറുള്ളത്. തുടക്ക സമയങ്ങളിൽ നമ്മളൊരു ജോലിക്ക് പോകണമെങ്കിൽ എങ്ങനെയാണ്,
നമുക്കൊരു ടൈം ഉണ്ടാവും. ടൈമുണ്ട്. അത് എത്ര മണിക്കൂർ ആയിക്കോട്ടെ. ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 hours ആണെങ്കിൽ 3 hours ആണെങ്കിൽ ആ ഡെയിലി ആ സമയം നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മുടെ ഒഴിവ് സമയത്ത് മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ക്ലയൻറ്റിന് ഒരു കേക്ക് കൊടുക്കുന്ന ക്ലയൻറ്റിന് നാളെ നിങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ അവർ വേറെ കസ്റ്റമറെ തേടിപ്പോവും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യലിയും അവിടെ എന്ത് ചെയ്യണം, ഒരു സ്റ്റേബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് കിട്ടുന്ന ഫണ്ട് വെച്ച് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബിസിനസ് വളരില്ല. അതിനൊരു പെർസെൻറ്റേജ് ഉണ്ടാവണം. ഇപ്പം ഞാനൊക്കെ ആദ്യത്തെ സമയത്ത് ചെയ്തപ്പം എനിക്ക് റെൻ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന റവന്യൂവിൽ ഒരു കവറിലാക്കി വെച്ചു, ചെറിയ ചെറിയ കവറിലാക്കി വെച്ചു. ഒരു കവറിൽ റെൻറ്റിന് വേണ്ടി ഇട്ടു. അപ്പോൾ എനിക്കറിയാം 15,000 റെൻറ്റെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന 350 രൂപ ഇത്ര പെർസെൻറ്റേജ് മാറ്റി വെച്ചു. 50% അതിന്, 30% ഇതിന്, അങ്ങനെ ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ നാളത്തേക്കുള്ള ഒരു ഫണ്ടിന് വേണ്ടി ഇത്ര രൂപ, അങ്ങനെ കൃത്യമായി എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് എൻ്റെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്, ശില്പ എന്നാണ് പേര്. ശില്പയാണ് എന്നോട് പറഞ്ഞു തന്നത്, ഇങ്ങനെ നിനക്കൊരു സ്ട്രഗിൾ വരത്തില്ല, നീ ഇതിനെല്ലാം ഒരു സേവ് ചെയ്ത് കവറിൽ, അന്ന് ഞാൻ കവറിലാണ് വെച്ചത്, ഒരു കവറിൽ വെച്ച് ഇത്ര പെർസെൻറ്റ് കൃത്യമായി അതിൻ്റെ ട്രാവൽ പോലും ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ട്രാവൽ ചെയ്യുക എന്നുള്ളത്. ആ ട്രാവൽ ചെയ്യാൻ ഫ്യൂച്ചറിലേക്കൊക്കെയുള്ള ഫണ്ട് ഉണ്ടായിരുന്നു. അത് പിന്നീട് അങ്ങനെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഇതിങ്ങനെ കവറിലാക്കി വെക്കേണ്ടതുള്ളത്. അപ്പോൾ ഈ കവറിലെ പൈസ എടുത്തുകൊണ്ട് പോയി അടുത്ത മാസം റെൻറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ ഞാൻ ആദ്യം ചെയ്തു. പിന്നീട് ഓട്ടോമാറ്റിക്കലി എനിക്കത് റൺ ചെയ്തു. കവറിലൊന്നും ഇടേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ എനിക്ക് പൈസ മാറ്റി വയ്ക്കാൻ പറ്റി. കൃത്യമായ ആ ഒരു ഇത് മിക്ക ബിസിനസ്സിലും ചെയ്യുമ്പം ചില ചേച്ചിമാരൊക്കെ ചെയ്യുമ്പോൾ പൊട്ടുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഫണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഫണ്ട് മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ കമ്പനിയിലേക്ക് എത്തുമ്പോൾ, ഫണ്ട് മാനേജ്മെൻറ്റിൽ എത്തുമ്പോൾ പിന്നെ നമ്മൾ ഈ ടാക്സുകളൊക്കെ പേ ചെയ്യുന്നത്, അതിനൊക്കെ കൃത്യമായ അഡ്വൈസ് വേണം. TDS തൊട്ടാൽ അല്ലെങ്കിൽ GST എങ്ങനെ ചെയ്യാം, ഇങ്ങനെയൊക്കെ കമ്പനിയിലേക്കൊക്കെ എത്തുമ്പം അതിനാദ്യം തൊട്ടേ ശ്രദ്ധിച്ചു പോകണം. ഫിനാൻഷ്യൽ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൊടുക്കുന്ന പ്രോഡക്റ്റ്, ആരൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിൽ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചേച്ചിമാരെയൊക്കെ നമ്മൾ നിർത്തുമായിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ നിർത്തുമ്പോഴും നമ്മൾ എന്താണോ ക്വാളിറ്റി കൊടുക്കാൻ ഉദ്ദേശിച്ചത് അത് കൊടുക്കുന്നൊന്ന് മെയിൻറ്റെയിൻ, ഒരു മേൽനോട്ടമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് വെച്ച് ഇനിഷ്യൽ സ്റ്റേജിൽ കൊണ്ടുവരാനും, എന്നാൽ എല്ലാ കാലവും അതിൽ തന്നെ നിൽക്കരുത്, അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ തന്നെ പഠിപ്പിച്ച് ഞാൻ തന്നെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ബിസിനസ് വളരത്തില്ല. അത് കമ്പനിയിലേക്ക് എത്തണമെന്നെങ്കിൽ എന്തായിരിക്കണം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റണം. അത് സ്വാഭാവികമായി ആദ്യത്തെ സമയത്ത് ഒരു വലിയ ടീമിനെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ സ്വാഭാവികമായിട്ടും പഠിച്ചു വരുന്ന സമയത്ത് അപ്ഗ്രേഡ് ചെയ്ത് ഡെലിഗേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിയുമ്പോൾ ഈ രാവിലെ പോയി ഞാൻ പറയല്ലോ മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന്, അതേപോലെ ഓരോരുത്തരെയും കൊണ്ടുവയ്ക്കുന്നു, അവരുടെ റിപ്പോർട്ടുകൾ നോക്കിയാൽ മതി പിന്നീടുള്ളത്. അതായിരിക്കും സ്ത്രീകൾക്ക് പക്ഷേ എളുപ്പം പറ്റുന്ന കാര്യമാണ്. സ്ത്രീകൾക്ക്, ഒരു വീട്ടിലെ കാര്യം നോക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു ബിസിനസ് നോക്കാൻ ഒരു പ്രശ്നവും ഇല്ല, സൂപ്പറായിട്ട്. കാരണം നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മേടിക്കുന്നതാണ്, പൈസ സമ്പാദിക്കുന്നവരാണ്. സോ അവർക്ക് ബിസിനസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ലേണറായിരിക്കുക, പിന്നെ വളരെ ആത്മവിശ്വാസത്തിൽ ഇറങ്ങുക. അതിന് എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമല്ല. പറ്റി സ്റ്റിച്ചിങ് നല്ല ഓപ്ഷനാണ് പഠിപ്പിക്കാനായിട്ടുള്ളത്. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഇൻസ്റ്റാ പേജുകളൊക്കെ പോലെ ഡിജിറ്റൽ മാർക്കറ്റിനൊക്കെ എന്ത് നന്നായിട്ട് പോകുന്നതാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുക, സ്വാഭാവികമായിട്ടും ഓർഡർ കിട്ടും, അത് ബിസിനസ് വളരും. എന്ത് ബിസിനസ്സായാലും വളരാൻ പറ്റുന്ന മണ്ണ് തന്നെയാണ് കേരളത്തിൻ്റെ മണ്ണെന്ന് പറയുന്നത്. വളരാൻ പറ്റും. ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ സേവിങ്സ് കവറിലിട്ട് വെക്കുന്നുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പം ചേച്ചിയുടെ വ്യൂ ഓഫ് പോയിന്റിൽ ചേച്ചി നമ്മളൊരു പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് എന്താ? ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പം അത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മതി. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലേ? അതായത് ഒരുപാട് ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. പക്ഷേ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ, നമുക്ക് തന്ന ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി നമുക്ക് തന്ന ഒരു ഫ്രീഡം ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് നമ്മുടെ കഴിവ് വെച്ച് നമുക്ക് എത്ര ഒരു ലിമിറ്റില്ലാതെ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഏൺ ചെയ്യാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ ഞാൻ ഇപ്പോഴുള്ള ഒരു സ്റ്റേജിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ട്രാവൽ ചെയ്യാനാണെങ്കിലും, എനിക്ക് ആക്സസറീസ് ആണെങ്കിലും, പുതിയ ഫോൺസ് ആണെങ്കിലും, അല്ലെങ്കിൽ എന്തൊരു ടെക്നോളജി ബേസിലുള്ള അപ്ഗ്രേഡ് ചെയ്ത സാധനങ്ങളിലേക്ക് എത്തപ്പെടാൻ പറ്റും. എനിക്കതൊക്കെ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഏറ്റവും ട്രെൻഡി ആയിട്ട് ഏറ്റവും പുതിയ ഐറ്റംസ് മേടിക്കാൻ അതൊക്കെ ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ ഏജിൻ്റെ ആയിരിക്കാം, അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്.
അറ്റ് ദ സെയിം ടൈം ചേച്ചി സേവും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ. തീർച്ചയായിട്ടും കാരണം അത് ഏത് ബിസിനസ്സുകാരായാലും ചെയ്യണം. ബിസിനസ്സിന് അത് അത്യാവശ്യം തന്നെയാണ് ബിസിനസ്സുകാർക്ക്. കാരണം ഒരു റിസർവ് ഫണ്ട് വളരെ അത്യാവശ്യമാണ്. അല്ല എങ്കിൽ നാളെ നമുക്കൊരു ഇപ്പോൾ ഒരു ബിസിനസ്സിലായാലും ഒരു തട്ടുകേട് പറ്റുമ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മുടെ കയ്യിൽ കരുതൽ ധനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പേഴ്സണലിയും വേണം, കമ്പനിയുടെ ഭാഗമായിട്ടും അത് വേണം. ഇപ്പോൾ സേവിങ്സ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ പൊതുവേ നമുക്ക് അറിയുന്ന സേവിങ്സ് എന്ന് പറയുന്നത് ഇതേപോലെ കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കുക, കയ്യിൽ സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ചിട്ടിക്ക് കൊടുക്കുക. അപ്പോൾ ചേച്ചിയൊക്കെ പറയുമ്പോൾ ഒരു ഓൺട്രപ്രണറാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സേവിങ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എവിടെയെങ്കിലും മ്യൂച്വൽ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും പരിപാടി? മ്യൂച്വൽ ഫണ്ട് അതൊക്കെയുണ്ട്. മ്യൂച്വൽ ഫണ്ടുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ മക്കളുടെ പേരിലാണെങ്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസോ അതൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള പ്ലാൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ ഇപ്പോൾ കമ്പനിയിൽ നിന്നാണെങ്കിലും ഇപ്പോൾ കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന് പറയുന്നത് നമ്മുടെ പേരൻ്റ് കമ്പനിയിൽ നിന്ന് നമ്മൾ മാറി കുറേ പ്രോജക്ട്സുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ വിങ് ഉണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമുണ്ട്. അവിടെ ഞങ്ങൾ ഒരു ക്ലയൻറ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇറക്കി. അത് നമ്മുടെ അതിനൊരു ഓപ്പറേഷൻ സൈഡുണ്ട്. പിന്നീട് ഞങ്ങൾ ചെറിയ വീടുകൾ, വില്ലകളിലേക്ക് എത്തിയില്ല, ഒരു 3-4 വീടുകൾ പ്രോപ്പർട്ടീസ് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രോജക്റ്റുകളിൽ എത്തി. അതൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് CC എന്നുള്ള ഒരു ബ്രാൻഡിൽ നിന്നിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്ട്സുകളാണ്. ഒരു 3ഓളം വീടുകൾ കാക്കനാട് തന്നെ ഞങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. മെയിൻ ഹെഡ് എന്ന് പറയുന്ന CC കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഈ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ചേച്ചി പറഞ്ഞല്ലോ 300ഓളം എത്ര കോഴ്സ് പഠിപ്പിക്കുന്നുണ്ടെന്ന്? 300-ലധികം കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ കോഴ്സിൽ വരുന്ന സ്റ്റുഡൻസ് എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പം? അത് ഡിപ്പെൻസ് ആണ്. ടോട്ടൽ നിങ്ങളുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ യൂട്യൂബ് ചാനലിൽ തന്നെ ഏകദേശം 5 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് തന്നെയുണ്ട്. പിന്നെ ചില PSC പരീക്ഷകളിലാണെങ്കിൽ അത് വിളിക്കുന്നതിനെ അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ LP UP എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു എക്സാം വിളിച്ചിട്ടുണ്ട് കേരളത്തിലെ ടീച്ചേഴ്സിന്. ഏകദേശം 2 ലക്ഷത്തിനടുത്ത് എല്ലാം കൂടെ UPയും LPയും കൂടെ ഉള്ള ഒരു അപേക്ഷയുള്ള ഒരു എക്സാമിൽ നമ്മൾ ചില ബാച്ചുകളിൽ 15,000-ലധികം സ്റ്റുഡൻസിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ 3-4 ബാച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ചില കുട്ടികൾ ചിലതിനകത്ത് 10 പിള്ളേരെ ഉണ്ടായിരിക്കത്തുള്ളൂ. അങ്ങനെ ഡിഫറെൻ്റ് ആണ് സ്റ്റുഡൻസ്, വ്യത്യാസമാണ്. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് വരുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന സ്ത്രീകളാണോ? അതെ, സ്ത്രീകളാണ് കൂടുതലായിട്ടും വരാറുള്ളത്. ഒരു പെർസെൻറ്റേജുള്ള സ്ത്രീകളാണ് വരുന്നത്. അതെ. അപ്പോൾ അവർ ഡയറക്റ്റ് വന്നിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ, ഞങ്ങൾക്ക് ഇത് വേണം, ഞങ്ങൾക്ക് ഇത് എന്നെ എയിമാണ് എന്നുള്ള രീതിയിലായിരിക്കും അവർ അപ്രോച്ച് ചെയ്യുന്നത്? അതോ അവർക്ക് എന്താ പറയുക, ഓക്കെ ഞങ്ങൾക്കൊരു ജോലി അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫാമിലി സെറ്റിൽഡ് ആണ് എന്നാലും ഒരു ജോലി, അങ്ങനെയാണോ അവർ വരാറുള്ളത്? രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പ്രൈവറ്റ് ജോബുണ്ട്, ഗവൺമെൻറ് ജോബുണ്ട്. അപ്പം കുറച്ചുകൂടി സെക്യൂർ ആണ് എല്ലാവർക്കും അറിയാവുന്നത് ഗവൺമെൻറ് ജോബാണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം ഇപ്പോഴും ഗവൺമെൻറ് ജോബിന് വേണ്ടി ഒരു പ്രയത്നമുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് തിരിച്ചറിയുന്ന എപ്പോഴാണ്? നമ്മളൊരു 26 വയസ്സൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 30ലേക്ക് അടുക്കുമ്പോഴാണ് പ്രൈവറ്റ് ജോബിന് പോകുമ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് വയ്യ, അന്ന് ലീവ് കിട്ടത്തില്ലായിരിക്കും. അപ്പോഴൊക്കെയാണ് നമ്മളൊരു സേഫ് സൈഡ് ജോലി നോക്കുന്നത്. അങ്ങനെയാണ് ഈ ക്ലയൻസുകൾ മിക്കതും നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ പ്രശ്നം വീട്ടിലെ പണിയുണ്ട്, മക്കളുണ്ട്, പഠിക്കാൻ ടൈമില്ല, എങ്ങനെ ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും, എന്നാൽ ജോലി വേണം താനും. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ ഇഷ്യൂസ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യും, എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത്. അറ്റ് ദ ടൈം ജോയിനിങ് ചെയ്യുന്നത് സമയത്ത് തന്നെ ഞങ്ങൾ ഇവിടുന്ന് കോൾ ചെയ്യും, അധ്യാപകർ കോൾ ചെയ്തിട്ട് ചോദിക്കും എന്നാണ്, എത്ര വയസ്സുണ്ട്, എന്താ പഠിച്ചത്, എത്ര നാളായി പഠിക്കാതിരിക്കുന്നു, ഇങ്ങനെ ചെറിയ ഇഷ്യൂസ് പോലും പോയിൻ്റ് ഔട്ട് ചെയ്യും. എങ്കിലേ നമുക്ക് ആ സ്റ്റുഡൻറ്റിനെ പറ്റി ഒരു കൃത്യത മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങളിത് മറന്നു പോകുക. ഇപ്പം താങ്കൾ വിവാഹിതയല്ലല്ലോ? അല്ല. ഓക്കെ, ഇപ്പം കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ കേശു എൻ്റെ കൂടെ എണീക്കും, എൻ്റെ ചെറുത് എൻ്റെ കൂടെ എണീക്കും അല്ലേ. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ, ഇന്നലെ ഉടുത്ത സാരി പോലും ചില സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടാവത്തില്ല. ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. പക്ഷേ ചെറുതിലെ നമ്മൾ കണ്ട ഒരു സിനിമ കണ്ട ആ സിനിമ ഇപ്പോഴും ഞാൻ ചിലപ്പം ദശരഥം എന്ന് പറയുന്ന സിനിമ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഓർക്കും, TV വന്ന സമയം ഓർക്കും. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ ആസ്വദിച്ച് കണ്ടതായിരിക്കും. ഇന്നലെ രാത്രി കണ്ട സിനിമ നമുക്ക് ഓർമ്മയുണ്ടാവത്തില്ല. അപ്പം എല്ലാവർക്കും മറവി ഉണ്ടാവും, എല്ലാവർക്കും കുറേ കോമൺ ഇഷ്യൂസ് സെയിം തന്നെയായിരിക്കും. അതിനെ നമ്മൾ എങ്ങനെയൊക്കെയോ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്വപ്നം കാണുന്നതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ.
അല്ലെങ്കിൽ എന്താ, നമ്മൾ ഈ പ്രശ്നങ്ങൾ എന്നും ഇങ്ങനെ പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഇല്ലാതായി പോകും. അപ്പം അതിലാണ് ഞങ്ങൾ അവരെ കൂടുതലും നമ്മുടെ സ്റ്റുഡൻസിനെ, ഈ സ്ത്രീകളായിട്ട് എത്തുന്ന സ്റ്റുഡൻസിനെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ 5 മണിക്ക് അവരോടൊപ്പം എണ്ണിക്കും. അപ്പം 5 മണിക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമായിരിക്കും, തീർച്ചയായിട്ടും അല്ലേ? ചിലപ്പോൾ സ്കൂളിൽ പോയി കഴിയും. ഇപ്പോൾ ഒരു വെക്കേഷൻ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ മക്കളൊക്കെ സ്കൂളിൽ പോയി, അത് കഴിഞ്ഞ് ചിലപ്പോൾ അവർ ഫ്രീ ആയിട്ടുള്ള ഒരു സമയം ഉണ്ടാവും. ഒരു 12 മണിയാകുമ്പോഴത്തേനും നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇരിക്കാൻ പറ്റുന്ന സമയമുണ്ട്. അങ്ങനെയുള്ള കുറച്ചും കൂടെ കസ്റ്റമൈസ് ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ എനിക്ക് തോന്നുന്നു കൂടുതലും വനിതകൾ വരാറുള്ളത്. അവരുടെ പ്രയോറിറ്റി രാത്രി 12 മണി വരെ 11 മണി വരെയൊക്കെ ക്ലാസ് കൊടുക്കും, ഞങ്ങൾ കൊടുക്കും. അപ്പം ചേച്ചി അത്രയും നേരം ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി എന്താ പറയുക, ഈ ചേച്ചി അത്ര എഫേർട്ട് ഇടുന്നതുകൊണ്ടായിരിക്കാം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഇന്ന് ഈ സക്സസ്സിൽ നിൽക്കുന്നത്, അല്ലേ? അതെ, ആ ഒരു അഫോർഡ്നെസ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര വർഷം എടുത്തു ഈ കോമ്പറ്റിറ്റീവ് ക്രാക്കർ സി സി ഒരു സക്സസ് ജേണിയിലോട്ട് എത്താൻ? ഓൾമോസ്റ്റ് CCയുടെ ഒരു സക്സസ് ജേണി എന്ന് പറയുന്നത് ശരിക്കും 2015 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തുടങ്ങിയ ആ ഒരു സക്സസ് ജേണി എന്ന് പറയുന്നത് ആദ്യത്തെ കുറേ വർഷങ്ങൾ പാർട്ട്ണർഷിപ്പ് തന്നെയായിരുന്നു. പാർട്ട്ണർഷിപ്പ് സോളോ ഇതിൽ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡിലേക്കൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്, കമ്പനിയിലേക്കൊക്കെ എത്തപ്പെടുന്നത് 2019 ആ ഒരു സമയത്താണ്. ഇനി സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ബോത്താണ്, അതായത് പ്രോജക്റ്റ് വൈസ് ഉള്ള സക്സസ് ഉണ്ട്, ദെൻ ഫിനാൻഷ്യലി ഉള്ള ഒരു സക്സസ് ഉണ്ട്, അല്ലേ? അപ്പം ഇതിന് രണ്ടിനും ഗ്രാജ്വലി എല്ലാ വർഷവും കമ്പനി കൃത്യമായ രീതിയിൽ തന്നെ, അതായത് എല്ലാ പ്രാവശ്യം ഇത്ര % നമ്മുടെ CA ഒക്കെ പറഞ്ഞു തരുന്ന പ്രോഫിറ്റ് കിട്ടി തന്നെയാണ് കമ്പനി ഇത്ര ദിവസമായിട്ട് ഈ ഇത്രയും വർഷത്തിലെ ജേർണി അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഓരോ വർഷവും ഫിനാൻഷ്യൽ ഇയർ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ ഉള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ കൃത്യമായി തന്നെ ഉപദേശിച്ചു തരുന്ന ആ ഒരു രീതിയിൽ തന്നെ പോകാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നും കമ്പനി ഫണ്ട് ചെയ്തിട്ടില്ല, പുറത്തുനിന്നൊരു ഫണ്ടിങ് കമ്പനിക്ക് വന്നിട്ടില്ല. ഇപ്പം ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന സമയമാണ്. നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രൈ ചെയ്യുന്നൊരു സമയമാണ്. അതും അവർ അഗ്രസീവായി നോക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയിട്ടില്ല. പിന്നെ പ്രോജക്റ്റ് വൈസ് സക്സസ് എന്ന് പറയുന്നത് റിസൾട്ടാണ്. കുട്ടികൾ പഠിക്കുന്നവർക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ്. അതിലും ഞാനീ പറഞ്ഞ പോലെ ഒരു 6ഓളം എക്സാം കഴിഞ്ഞ 6 മാസത്തിൽ നടന്നതിൽ 1ാം സ്ഥാനം വരിക എന്ന് പറയുന്നത് തന്നെ വലിയ അച്ചീവ്മെൻ്റാണ്. ഇപ്പോൾ കേറ്ററ്റിൻ്റെ ഒരു റിസൾട്ട് ആണെങ്കിൽ ഞങ്ങൾ 2500 കുട്ടികൾ, അതിലധികം കുട്ടികൾ ഫോട്ടോ വിത്ത് ഞാനൊരു ബുക്ക് ഇറക്കിയിട്ടാണ് ഇന്ന് വന്നത്. നാളെ എൻ്റെ ഒരു മീറ്റപ്പാണ്, അധ്യാപകരുടെ മീറ്റപ്പാണ്. അപ്പോൾ എനിക്ക് അധ്യാപകർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കോപ്പിയാണ്. അപ്പം ഞാൻ ആ ഓരോ ബുക്ക് കാണുമ്പം തുടങ്ങിയ കാലത്ത് തൊട്ടുള്ള എല്ലാ റിസൾട്ടും ഇൻഡിവിജ്വലി ഞാൻ പറക്കി വയ്ക്കും. ഓരോ മക്കളുടെ റിസൾട്ട് എടുത്ത് ഇപ്പോൾ ഫോട്ടോ അന്ന് അതൊക്കെ ഒട്ടിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ ഇപ്പോൾ അത് ഡിജിറ്റലിലേക്ക് മാറ്റി. കാരണം എനിക്കൊരു സന്തോഷമാണ് ഇവർ ഇപ്പോഴും അന്ന് പഠിപ്പിച്ച കുട്ടികൾ, ഇപ്പം ആദ്യത്തെ സ്റ്റുഡൻ്റ് ആയിരുന്ന കുട്ടി തൊട്ട് എന്താവശ്യത്തിനും മിക്ക കുട്ടികളും എന്നെ കണക്ട് ചെയ്യാറുണ്ട്. അതുതന്നെയാണ് CC എന്നുള്ള ഒരു ബ്രാൻഡ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. മറ്റാരേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കുന്നതും അതുതന്നെയാണ്. ഒരു കുട്ടി ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും അതെങ്ങനെ പോയാലും മൈൻഡിനെ വെച്ച് നോക്കുമ്പോൾ അവർ പഠിക്കാനാണോ എങ്കിൽ അതിൽ അവർ ലക്ഷ്യം കാണണം എന്നൊരു മൈൻഡാണ് CCക്കുള്ളത്. അതെ, ഒരു കുട്ടി മേടിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ഉറപ്പായിട്ടും 90% അത് റെഫറൻസ് കിട്ടാറുണ്ട് അടുത്ത ഒരാളിലേക്ക്. അങ്ങനെയാണ് CC+ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പോലും വരുന്നത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള പ്രോഡക്റ്റ് വരുന്നത് അമ്മമാർ തന്നെ ഇങ്ങോട്ട് റിക്വയർമെൻറ്റ് പറയും, ടീച്ചറെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങളുടെ മക്കൾ, ഞങ്ങളെ അവർക്ക് ട്യൂഷൻ പഠിപ്പിക്കാൻ സമയമില്ല, നിങ്ങൾ ഈ അധ്യാപകർ തന്നെ ട്യൂഷനിലും ഇറങ്ങണം, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ട്യൂഷൻ എടുക്കുന്ന ക്വാളിറ്റിയുള്ള അധ്യാപകരെ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ CC+ വരുന്നത്. അല്ലെങ്കിൽ PSC പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ചിലപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല. അങ്ങനെ ജോലി കിട്ടാതായപ്പോഴാണ് അവർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമായ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇംഗ്ലീഷ് ഹബ് തുടങ്ങി. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വീട്ടിലൊക്കെ ഇരിക്കുന്ന ലേഡീസ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും, അത് നമുക്ക് പറ്റുന്നതാണ്. പിന്നെ അതുപോലെ കോഡിങ് പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്. ഇങ്ങനെ പലപ്പോഴും കുട്ടിയുടെ തന്നെ റിക്വയർമെൻറ്റിൽ നിന്നാണ് ഇപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സ്, സ്റ്റിച്ചിങ്, മുതിർന്ന അച്ഛനും അമ്മയ്ക്കും മാർക്കും ഫോൺ യൂസ് ചെയ്യുന്നത് തൊട്ടുള്ള പലവിധ കോഴ്സുകൾ, യോഗ കോഴ്സ്, മോണ്ടിസോറി, TTC, അങ്ങനെ എല്ലാ ക്ലാസ്സുകളും. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഇപ്പം പറയുന്ന വനിതാ സംരംഭക ആയതുകൊണ്ട് തന്നെ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്ന കോഴ്സുകളിലേക്ക് വരെ ഞങ്ങൾ എത്തപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ചേച്ചി പറഞ്ഞത് ശരിയാ. ചേച്ചി
തുടങ്ങിയത് അധ്യാപികയായിട്ട് തന്നെ നമ്മൾ CC തുടങ്ങി. അന്ന് തൊട്ട് ഇനി ഈ നിമിഷം വരെ ഇപ്പോൾ പറയുന്ന തരത്തിലുള്ള രാത്രി 11 മണിക്കെങ്കിൽ 5 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, രാത്രി 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ചേച്ചിയുടെ ടോക്കിൽ ഇത്രയും നേരം സംസാരിച്ച ചേച്ചി തന്നെ പറയുന്നുണ്ട്, ആഴ്ചയിൽ ഒരു 1 ഡേ ഞാൻ എല്ലാ ബാച്ചുകളിലും കയറി ഇറങ്ങി അവരുടെ കൂടെ ഒന്ന് ഇൻട്രാക്ട് ചെയ്തിട്ട് ഞാൻ പോകും എന്നെല്ലാം ചേച്ചി പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ അധ്യാപികയായിട്ട് ചേച്ചി CCയിൽ തുടരുന്നുണ്ട്. പൊതുവേ ഒരു ബിസിനസ് ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ, ഒരു ഹയർ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ CEO അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് തിരിച്ചു വരത്തില്ല. അവരവിടെ നിന്ന് ആ ഒരു ബിസിനസ് മൈൻഡ് വഴിയേ അവർ പോകത്തുള്ളൂ. തിരിച്ച് എന്തിലാണോ അവരെന്ന് അവരത് നോക്കത്തില്ല. ചേച്ചി നേരെ തിരിച്ച് അധ്യാപിക ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും വിഷമമായിരുന്നാലും എനിക്ക് പഠിക്കാനിരിക്കുന്നതാണ് സന്തോഷമുള്ളത് എന്ന് ഞാൻ പറയും. എനിക്കൊരു പുസ്തകം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അധ്യാപികയായിരിക്കുക എന്നുള്ളത് നമ്മളൊരു ഓൺലൈൻ മീഡിയയിലാണ് നിൽക്കുന്നത്. അതിൽ കുട്ടികളെ ഡയറക്റ്റ് പഠിപ്പിക്കണില്ല അല്ലേ? പക്ഷേ ഈ കുട്ടികളെ ഓൺലൈനിൽ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഒരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ, അവരെ കാണുക, അവർക്ക് വേണ്ടി പുതിയൊരു കാര്യം പഠിക്കുക, അങ്ങനെ ഒരു കണക്ഷൻ പോയിൻ്റ് എനിക്ക് വേണം, നിർബന്ധമാണ്. എല്ലാ ദിവസവും ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. കറണ്ട് അഫയേഴ്സ് എടുക്കും, മാത്സ് പഠിപ്പിക്കും, കേരള നവോത്ഥാനം, അങ്ങനെയുള്ള കുറച്ച് പോർഷൻസാണ് എൻ്റെ കോർ ഏരിയയിലുള്ള കുറച്ച് പോർഷൻസ്. അത് ഞാൻ മാക്സിമം എൻ്റെ സ്റ്റുഡൻസിനെ കാണുക, എങ്കിലേ അവർക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അറിയണം. ഇപ്പോൾ ഈ 100-400 അധ്യാപകരുണ്ട് ഇവിടെ. ഇവർ വന്ന് പഠിപ്പിക്കുന്നുണ്ട്, നല്ല അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ചിലപ്പോൾ ഒരു ഓപ്പണപ്പ് ആവുന്നത് നമ്മളെ കാണുമ്പോൾ ഓപ്പണപ്പ് ആകും. നമ്മുടെ ക്ലാസ്സിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയും. അതിനോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷം നൽകുന്ന ഈ അപ്പാർട്ട് ഫ്രം ഡയറക്ടർ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അധ്യാപിക ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അധ്യാപിക തന്നെയാണ്. അതിന് കിട്ടുന്ന ഒരു പോസിറ്റീവ് സൈഡ് സമൂഹത്തിൽ കിട്ടുന്നതായാലും അവർ തിരിച്ചറിയുന്നില്ല. ഇപ്പോഴും അവർ ആശാമിസ് ചെയ്യുന്നത് തന്നെയാണ്. എൻ്റെ ഓഫീസിലുള്ള എല്ലാവരും എന്നെ ആശാമിസ് എന്നാണ് വിളിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു മാഡം വിളി ഇല്ല. എന്നെ ആരും ആശാമിസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അത് ഞാൻ ടീച്ചർ ആയിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്ന പ്രിവിലേജാണ്. പ്രിവിലേജ് ഞാൻ എൻജോയ് ചെയ്യുന്നു. അതെനിക്കൊരു ഹാർഡ് വർക്ക് ഒന്നും അല്ല. എൻ്റെ പ്രിവിലേജിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. അപ്പം അത് തന്നെയാണ് എൻ്റെ ബ്ലഡിലുള്ളതെന്ന് പറയും. എനിക്ക് തോന്നുന്നു എനിക്കൊരു സുഖം തന്നെ. ഓഫ് കോഴ്സ് അതുകൊണ്ടാണ് അത് എൻജോയ് ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇപ്പോൾ എവിടെ, കൊച്ചിയിൽ എവിടെയാണ് നമ്മുടെ അതിൻ്റെ ഓഫീസൊക്കെ വരുന്നത്? കാക്കനാടാണ് ഓഫീസ്. കാക്കനാട് ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ? അതിന് വേറെ ബ്രാഞ്ച്? ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളാണല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോ ബേസ്ഡ് ഷൂട്ടാണ് നടക്കുന്നത്. ഇവിടെ നമ്മുടെ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് ഹെഡ് ഓഫീസ് വരുന്നത്. സോഫ്റ്റ്വെയർ ഡിവിഷൻ വേറെയാണ്, അതിന് വേറെ വിങ് തന്നെയുണ്ട്. അവിടെ തന്നെ കാക്കനാട് തന്നെയാണ്. എല്ലാം ഇൻഫോ പാർക്ക് കാക്കനാട് തന്നെയാണ്, അടുത്തായിട്ടാണ് വരുന്നത്. ദെൻ ഞങ്ങൾ തമിഴ് പ്രോജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ പാലക്കാട് സ്റ്റുഡിയോ ഉണ്ട്. പാലക്കാടാണ് ഞങ്ങളുടെ ആ ഒരു പ്രോജക്റ്റ്, തമിഴ് പ്രോജക്റ്റുകൾ പോകുന്നത്. ബാക്കി 300-400 അധ്യാപകർ വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നുണ്ട് പലവിധ പ്രോജക്ട്സുകൾ. അവർ വൺസ് ഇൻ എ വൈൽ നമ്മൾ ഡയറക്റ്റ് മീറ്റിംഗ് ഉണ്ടാകും. അവരുടെ പ്രോജക്ട്സ് നമ്മൾ കൊടുക്കും. അവരുടെ അവരുടെ മോഡ്യൂൾ എങ്ങനെയാണെന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാർ, അതും ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ്. പല ആൾക്കാർക്കും വീട്ടിലിരുന്ന് ട്യൂഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഏൺ ചെയ്യാനായിട്ട് ഒരുപാട് അതിൽ ചില ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ വീൽ ചെയറിലിരുന്ന് ക്ലാസ് എടുക്കുന്നവരുണ്ട്. വീൽ ചെയറിലിരുന്ന് ക്ലാസ് എടുക്കുന്നവരുണ്ട്. ഇപ്പം വയനാട് ഉൾപ്രദേശത്ത് നിന്ന് പോലും ട്രൈബൽ ഏരിയയിൽ നിന്ന് പോലും എനിക്ക് ടീച്ചേഴ്സുണ്ട്. ഇപ്പം ഈയിടെ വന്ന ഒരു കുട്ടി ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ടീച്ചർ അവിടുത്തെ ഒരു പ്രത്യേക ഭാഷ കൈകാര്യം ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചറിന് നമ്മുടെ കുറേ പ്രോജക്റ്റുകൾ നമ്മൾ വയനാട് പോലുള്ള ജില്ലകളിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കുട്ടികളുടെ ഭാഷ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലിറങ്ങുന്ന ചില പ്രോജക്ട്സും ഉണ്ട്. ആണല്ലേ? അപ്പം നമ്മുടെ CC അതിനെ ഇനിയിപ്പം കുറച്ചും കൂടെ എക്സ്പാൻഷനായിട്ട്, അതായത് ഇപ്പം നമ്മൾ ഓൺലൈനിലാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്, അത് എപ്പോഴെങ്കിലും വലിയൊരു ഹോളൊക്കെ എടുത്ത് ഓഫ്ലൈനിലോട്ട് മാറ്റാൻ വല്ല പ്ലാൻ അങ്ങനെ വല്ലതും? ഇത് തിരിച്ചാണ്. ഞങ്ങൾ ഓഫ്ലൈൻ സെൻറ്റർ ആയിരുന്നു CC ആദ്യം. അവിടെ നിന്നാണ് ഓൺലൈനിലേക്ക് ഞങ്ങൾ മാറിയത്. പിന്നെ ആഗ്രഹിക്കുന്ന ഒരു പ്രോജക്റ്റ് എനിക്ക് എൻ്റെ നാട്ടിൽ ചെങ്ങന്നൂർ പുന്തല എന്ന് പറയുന്ന നാട്ടിൽ, ആലപ്പുഴ ജില്ലയിലാണ്. അവിടെ എനിക്കൊരു ഓഫ്ലൈൻ സെൻറ്റർ, എൻ്റെ വീടിനോടടുത്ത് തന്നെ എനിക്കൊരു ഓഫ്ലൈൻ സെൻറ്റർ വലുതായിട്ട് വേണം എന്ന് ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കുറച്ചധികം കുട്ടികളെ എൻ്റെ നാട്ടിലുള്ള സർക്കാർ ജോലി മാത്രമല്ല അതിനപ്പുറത്തേക്ക് UPSC അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ
ഇങ്ങനെയുള്ള മികച്ച യൂണിവേഴ്സിറ്റികളും ഇന്ത്യക്ക് പുറത്തും ഒക്കെയുള്ള നമുക്കറിയത്തില്ല, പല കുട്ടികളും നമ്മുടെ പ്രിവിലേജുകളൊന്നും അറിയുന്നതേ ഇല്ല. എന്തൊക്കെ അക്കാഡമിക്കായിട്ട് അവർക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ, എന്തൊക്കെ അവർക്ക് എൻട്രൻസ് എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ അക്കാഡമിക് ഇന്ന് നിൽക്കുന്ന ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് പോകാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ടെക്നോളജി കോഴ്സുകൾ, ഞങ്ങൾ ടെക്നോളജിയിലുള്ളവരായതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി, AI തുടങ്ങിയ കോഡിങ് തുടങ്ങിയ എല്ലാ കോഴ്സുകളും ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം ഇതൊക്കെ കുട്ടിയുടെ സ്കില്ല് ചെറുതിലെ തൊട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ലാംഗ്വേജ് ട്രെയിനിങ് തൊട്ട് തുടങ്ങിയ ഒരു ഹബ്ബ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ മാത്രം വിചാരിച്ച പോരാ, എനിക്കതിനകത്ത് കുറച്ചേറെ ഫണ്ടിങ്ങും ഒക്കെ ആവശ്യമുള്ള, ഡിജിറ്റലി ലോകത്തിലെവിടെ ഇരിക്കുന്ന മികച്ച അധ്യാപകരെ കൊണ്ടുവന്ന് അത് വിഷൻ ചെയ്ത് അത് അവർക്ക് സ്ക്രീനിലായാലും കണ്ട് അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ റെസിഡൻഷ്യൽ സൗകര്യമുള്ള ഒരു നിലവാരത്തിലേക്കൊക്കെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. എനിക്കറിയില്ല, മേ ബി ഈ ഇതൊക്കെ 1 by 1 ആയിട്ട് എനിക്ക് വന്ന സൗഭാഗ്യങ്ങളാണ്. അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലെവലിൽ എന്തായാലും എത്തും, അതൊക്കെ എത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്. അതൊക്കെയാണ് ഞാൻ സ്വപ്നം കാണുന്ന കുറച്ച് പ്രോജക്ട്സുകൾ എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടണം, എങ്കിൽ മാത്രമേ ഒരു എന്താ പുതിയ കുട്ടികളൊക്കെ കുറേയധികം നല്ല കോഴ്സുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വിദ്യാഭ്യാസം ശരിയായ രീതിയിലേക്ക് എത്തുക, മികച്ച അവസരങ്ങൾ എല്ലാവർക്കും എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലാസ്സിനെ നിയന്ത്രിക്കാൻ ഒരു അധ്യാപികയ്ക്ക് സുഖമായിട്ട് കഴിയും. അതെ, അത് നമുക്കറിയാം. ഇപ്പം ആസ് എ ടീച്ചർ എന്ന രീതിയിൽ ചേച്ചിക്ക് ഒരു ക്ലാസ്സിനെ നിയന്ത്രിക്കാൻ നല്ലപോലെ പറ്റും. പക്ഷേ ഒരു ബിസിനസ്സിനെ നിയന്ത്രിക്കുക, അതായത് എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് നിയന്ത്രിക്കുക എന്ന് പറയാൻ അത്ര ഈസി ആയ കാര്യമല്ല. അതും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിക്ക്. അപ്പോൾ എങ്ങനെയാണ് ചേച്ചി ആ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തിട്ടും ആ ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് ഈ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്, പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് കൊണ്ടുപോകുന്നത് എല്ലാം എങ്ങനെയാണ്? ബിസിനസ്സിൽ ഇറങ്ങിയാൽ നമുക്കറിയാൻ പറ്റും ഇഷ്യൂസുണ്ട്. ബിസിനസ്സിൽ അത് നമ്മളൊരു ജോലിക്ക് പോയാൽ എന്തായാലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ജോലിക്ക് നമ്മൾ പോകുമ്പോൾ എന്തായിരുന്നു, നമ്മളുടെ ഇഷ്യൂസ് അറിയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ പ്രശ്നം ഉണ്ടാവും. ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ ചിലപ്പോൾ നോക്കേണ്ടി വരും, ഇൻഹൗസിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടി വരും. എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മൾ കാണുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടാണ് ഓഫീസിലേക്ക് എത്തുന്നത്. ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ചെയ്യുന്ന ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഞാനൊരു രാവിലെ എണീക്കും, അത്യാവശ്യം രാവിലെ എണീക്കും. ഇപ്പോൾ ഈ കുഞ്ഞുണ്ടായതുകൊണ്ട് എങ്കിലും ഇടയ്ക്കൊരു സമയത്തുണ്ട്, രാവിലെ 5 മണിക്ക് ശേഷമാണ് ഞാൻ ഉണരുന്നതെങ്കിൽ ഞാൻ അതിനിടയ്ക്ക് കുറച്ച് സമയമെടുക്കും. ഒരു 3 മണി തൊട്ട് 5 മണി വരെയുള്ള സമയം ചിലപ്പോൾ ഞാൻ മോൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് ടാബിലായാലോ ബുക്കിലായാലോ എനിക്ക് ചെയ്യേണ്ട വർക്കുകൾ എഴുതി വയ്ക്കും. അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് കുറച്ച് അധികം വർഷമായിട്ട് എനിക്ക് ചെയ്യേണ്ട, അതുകൊണ്ട് ഞാൻ അസൈൻ ചെയ്യേണ്ട വർക്കുകളുണ്ടാവുമല്ലോ, എനിക്കൊരു ഓപ്പറേഷൻ ടീം ഉണ്ടാകും, അവർക്ക് കൊടുക്കേണ്ട വർക്കുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും രാത്രിയിൽ എണീച്ചിട്ട് ഞങ്ങൾക്കെല്ലാം പണി തരിക എന്ന് പറയും. അതങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 മണിക്കൂർ കൊണ്ട് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കുറേ അധികം പണി തീരും. ഇപ്പോൾ ക്ലാസ് പ്രിപ്പയർ ചെയ്യേണ്ട PPT സഹിതം ഞാൻ ആ സമയത്തിലായിരിക്കും, എൻ്റേതായ ഒരു ടൈം, കാരണം ബാക്കിയുള്ള സമയം എനിക്ക് കിട്ടത്തില്ല. ദെൻ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു വർക്കിൽ ഞാൻ ടീം ലീഡ്സിനെ കാണുക എന്നുള്ളതാണ്. ഡയറക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞാൽ ടീം ലീഡ്സിൻ്റെ മീറ്റിംഗ് ആയിരിക്കും. ദെൻ അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ഡെയിലി വർക്ക് തൊട്ട് അവർക്ക് അസൈൻ ചെയ്തത് തൊട്ട് പണ്ട് പേപ്പറിൽ അങ്ങനെയൊക്കെയുള്ള ആ വർക്കുകൾ മാക്സിമം മാൻ പവർ യൂട്ടിലൈസേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, സോഫ്റ്റ്വെയറിലേക്ക് മാക്സിമം ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറുകൾ, അതോടൊപ്പം തന്നെ ഞങ്ങളുടേതായ ഒരു സോഫ്റ്റ്വെയർ ടെലികോളിങ്ങിന് വേണ്ടി ഡെവലപ്പ് ചെയ്തു. അപ്പം അവിടെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റി, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. സോ ടോട്ടലി ബേസിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ് വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് എത്തിപ്പെട്ടു. പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമായിട്ടിരുന്ന നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകത്തില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുകയൊക്കെ ഇങ്ങനെ ഓഫീസിൽ നടന്നുകൊണ്ടേയിരിക്കും. അതിൽ കൂടുതലാകുമ്പോൾ ഞാൻ വിചാരിക്കും ഞാനിതിന് മാത്രം ഇവരുടെ പ്രശ്നങ്ങൾ മാത്രം സോൾവ് ചെയ്തിരിക്കേണ്ട വ്യക്തിയല്ല, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നോക്കേണ്ട വ്യക്തിയാണ് ഞാൻ. ഞാനൊരു പുതിയ പ്ലാൻ കൊണ്ടുവരേണ്ടതും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും ഞാനായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ടീമായിരിക്കണം. ഞാൻ പറഞ്ഞെങ്കിൽ മാത്രമല്ലേ ടീമിന് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ സാധ്യതകൾ കാണണം. അത് ഞങ്ങൾ ഡയറക്ടേഴ്സ് എടുത്തൊരു തീരുമാനമാണ്. ഇടയ്ക്കെങ്കിലും ഓഫീസിൽ നിൽക്കാതെ പുറത്തിറങ്ങുക, ആൾക്കാരെ കാണുക, മീറ്റ് ചെയ്യുക,
ഒരുപാട് ഐഡിയ. ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ എന്ത് സംരംഭകർ, ചെറിയ കുട്ടികൾ തന്നെ എന്ത് നന്നായിട്ട് പുതിയ ഐഡിയാസുമായിട്ട് വരുന്നതാണ്. നമ്മൾ പറയുന്നതിൻ്റെ 10 ഇരട്ടി പറയുന്ന മക്കളുണ്ടാവും. അപ്പോൾ അവരെ കാണുക, അവർ പറയുന്ന കേൾക്കുക. ഗ്രാജ്വലി ഒരു പത്രവാർത്തയാണെങ്കിലും അതൊരു ഇൻസ്റ്റാ ന്യൂസ് ആണെങ്കിലും ഒക്കെ അപ്ഡേറ്റ് ആയിരിക്കുക. ഇപ്പം എൻ്റെ മോൻ്റെ അത്ര ചിലപ്പം ടെക്നോളജി പരമായിട്ട് ഇപ്പം 5 പഠിക്കുന്ന എൻ്റെ മോൻ്റെ കൂടെ ചിലപ്പോൾ ഞാൻ ഓടിയെത്തത്തില്ലായിരിക്കും. പക്ഷേ ഞാൻ ഓടിയെത്താൻ ശ്രമിക്കണം. അതാണ് എൻ്റെ മിടുക്ക് എന്ന് പറയുന്നത്, അല്ലേ? ഈ ഒരൊക്കെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന 90% ചിലപ്പം തെറ്റായിരിക്കാം. മിക്സിങ് ആണ്. ചില സമയത്ത് ഭയങ്കരമായിട്ടും നമ്മളും വിഷമത്തിലേക്കൊക്കെ പോകും. പ്രതീക്ഷിച്ച ചില പ്രോജക്ട്സൊക്കെ സക്സസ് ആകാതെ വരും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡിപ്രഷനിലേക്കല്ല വിഷമിക്കുമായിരിക്കാം. പക്ഷെ തിരിച്ചു വരാൻ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളെ കൂടെ പിടിച്ച്, എൻ്റെ ഒരു കോർ ടീമുണ്ട്. എനിക്ക് കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഞങ്ങളൊരു 7-8ഓളം ആൾക്കാരുണ്ട്. അവർ കട്ട സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകും. അതിൽ ഏറ്റവും സന്തോഷമുള്ളത് അതിൽ കൂടുതലും ലേഡീസ് തന്നെയാണ്. പിന്നെ CCയിലെ ഒരു അധ്യാപകരുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ ഈ ഒരു വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മാറി നിന്നിട്ടുള്ളത്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എന്നെ അറിയാവുന്ന കൂടുതൽ പേരും ഇന്ന് സർവീസിലൊക്കെ കയറി അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോയാലും എന്നോട് ടച്ചിങ് പോയിൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ പഠിച്ച കോളേജിലെ എൻ്റെ കൂട്ടുകാർ, അവരൊക്കെ പുതിയ ടെക്നോളജിയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സഹായിക്കുന്ന സുഹൃത്തുക്കൾ തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് ഒരുവിധം മാനേജ് ചെയ്ത് പോകുന്നത്. പിന്നെ മെൻറ്റർഷിപ്പ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ തന്നെയാണ്. ബിസിനസ്സിൽ പലരും വിചാരിക്കും മെൻറ്റർഷിപ്പ് വേണ്ട എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് വനിതകൾക്ക് മാത്രമായിട്ട് ഇപ്പം ഞങ്ങൾ മെൻറ്റർഷിപ്പ് കൊടുത്തു. വനിതാ ഓണ്ടർപ്രണേഴ്സിന് ഞാൻ എൻ്റെ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, അതായത് ഫ്രം ദ സീറോ എന്ന് തന്നെ പറയാൻ പറ്റും. ഫ്രം ദ സീറോയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ബിസിനസ് ഇങ്ങനൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു എക്സ്പീരിയൻസ് ത്രൂ ലേണിംഗ് ആണ്. വെറുതെ ബിസിനസ് പഠിപ്പിക്കുക എന്നല്ല, ആ ബിസിനസ് ലേണേഴ്സിൽ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു 20 കുട്ടികളെ വെച്ച് ഞങ്ങൾ 20 വനിതാ ഓണ്ടർപ്രണേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ അവരെ ബിസിനസ് മോഡൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്ന കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പേര് വരട്ടെ. കാണുന്ന ഈ കേൾക്കുന്ന ആൾക്കാരിൽ തീർച്ചയായിട്ടും ഒരുപാട് വനിതകൾ വരട്ടെ അല്ലേ? വരട്ടെ, തീർച്ചയായിട്ടും. കാരണം വനിതകൾക്ക് ഇന്നത്തെ കാലത്ത് മുൻഗണന കൂടുതലാണ്. എല്ലാവരും വരട്ടെ വർക്കിലെടുത്ത്. ചേച്ചിനെ കണ്ട് ഇൻസ്പയർ ആവട്ടെ എല്ലാവരും. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഈ സ്റ്റേജിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യത്തെ വനിതയാന്ന് പറഞ്ഞു ഇല്ലേ? തീർച്ചയായിട്ടും. ഈ പോഡ്കാസ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് ഈ പോഡ്കാസ്റ്റ് ഞാൻ എന്നല്ല, പൊതുവേ നമ്മുടെ ഈ ചാനൽ ഫസ്റ്റ് ടൈം വരുന്ന ഒരു ഫീമെയിൽ ഗസ്റ്റാണ് നമ്മുടെ ചേച്ചി. അതും ഓൺടർപ്രണറാണ്. അതിൽ ഭയങ്കര സന്തോഷം, ഇൻസ്പിറേഷനായ ഒത്തിരി കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. അതിൽ വളരെയധികം സന്തോഷമുണ്ട് ചേച്ചി വന്നതിലും ഇത്രയും നേരം ഷെയർ ചെയ്തതിലും. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ, അതായത് സ്ത്രീകളുടെ ചേച്ചി പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, മെൻറ്ററിങ് എല്ലാം പരിപാടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞല്ലോ. അപ്പോൾ പൊതുവേ ചേച്ചി ആസ് എ വിമൺ എന്ന രീതിയിൽ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ചേച്ചിക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടതായ പ്രശ്നങ്ങൾ, സ്ത്രീ ആയതുകൊണ്ട് മാത്രം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ശരിക്കും ഈ PSC കോച്ചിങ്ങിലേക്ക് എത്തുവാണെങ്കിൽ UPSC മെൻറ്ററിങ് അല്ല, PSC കോച്ചിങ് സത്യം പറഞ്ഞാൽ നമ്മൾ കൂടുതലും അധ്യാപകരെ കാണുന്നത് ആണുങ്ങളായിരുന്നു കൂടുതലും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ GK ഒക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ കമൻ്റ് ഉണ്ട്, സാറിനെയൊക്കെ വെച്ചാൽ തന്നെ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നൊക്കെ പറയും. സ്വാഭാവികമാണ്, അതൊക്കെയാണ്. പക്ഷേ ആദ്യത്തെ വിമർശനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമല്ലോ, കുറച്ചുകൂടെ സുന്ദരിയായ ടീച്ചർ വേണം എന്നൊക്കെയുള്ള കുറേ കമൻസൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വളരെ 1-2 മൈന്യൂട്ട് നെഗറ്റീവ്സ് മാത്രം. ഞാൻ പറയുന്നത് പോയിൻ്റ് നെഗറ്റീവ്സ് മാത്രമേ ഞാൻ ഈ ഫീൽഡിൽ ഫേസ് ചെയ്തിട്ടുള്ളൂ. അവിടെയൊക്കെ ഒബ്വിയസ്ലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ. ഒരു സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര കൂടുതലായിരുന്നു. ഹേറ്റേഴ്സ് ഉണ്ടാവുന്നില്ലെന്നല്ല, വളരെ കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു ഫലം ഉണ്ടല്ലോ. ഇപ്പം ഈ ക്ലാസ് കൊള്ളില്ല അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് സാറിനെ വെച്ച് പഠിപ്പിക്കുന്നതാണെന്ന് പറയുമ്പം നെക്സ്റ്റ് എൻ്റെ ഒരു അഡ്വൈസ് കിട്ടിയ കുട്ടിയായിരിക്കും, PSCയിൽ അഡ്വൈസ് കിട്ടിയ കുട്ടിയായിരിക്കും പറയുന്നത്, ഞാൻ വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ടീച്ചറിൻ്റെ ക്ലാസ് കണ്ടാണ്. അപ്പോഴേ മറ്റേതങ്ങ് നിഷ്ഫലമായി പോവുകയാണ്. റിസൾട്ട് മേക്ക് ചെയ്യുക നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും. പിന്നെ വനിതകൾക്ക് ഇഷ്ടംപോലെ പ്രിവിലേജുകൾ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ പ്രിവിലേജുകൾ യൂസ് ചെയ്യുക. വനിതാ സംരംഭകരെ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് കിട്ടുന്ന ഗ്രാൻറ്റുകളെ പറ്റി അതൊക്കെ നമ്മൾ വനിതകൾ അറിഞ്ഞിരിക്കണം. ആണായാലും പെണ്ണായാലും ബിസിനസ് ചെയ്യാൻ അറിയാമെങ്കിൽ
ചെയ്തുകൊണ്ട് വരും. കേരളത്തിൽ എത്ര ശക്തരായ ഇപ്പം വനിതകളുണ്ട്, ബിസിനസ് ചെയ്യുന്ന വനിതകളുണ്ട്. അതിലേക്ക് വരിക. നെഗറ്റീവൊക്കെ വളരെ കുറവാണെന്ന് തന്നെ പറയാൻ പറ്റും. അതെ, ചേച്ചിക്ക് എന്താണ് ഫൈനലി നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മൾ എൻഡ് ആവാറായി. അപ്പം എന്താണ് നമ്മുടെ ഓഡിയൻസിന് ആസ് എ ഫീമെയിൽസും മെയിൽസും, സ്ത്രീകളും പുരുഷന്മാരോടും ഒരു ഓൺട്രപ്രണർ ആവുന്ന കാര്യത്തിൽ, ഒരു ബിസിനസ് മാഗ്നറ്റ് ആവുന്ന കാര്യത്തിലും, അല്ലെങ്കിൽ ജീവിതത്തിലൊരു സക്സസ് ലെവലിലേക്ക് എത്താൻ, ഒരു സക്സസ് ജേണിയിലോട്ട് എത്താൻ ചേച്ചിക്ക് എന്ത് മോട്ടിവേഷനാണ് അവർക്ക് കൊടുക്കാനുള്ളത്? ജീവിതത്തിൽ സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു സക്സസിൻ്റെ ഡെഫിനിഷൻ ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ആയിരിക്കുക, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ സന്തോഷവതിയായിരിക്കുക. അപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ ഒബ്വിയസ്ലി ചിലപ്പം അതിൽ മണി വേണമായിരിക്കും, അല്ലേ? അങ്ങനെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുക, ഹാപ്പി ആയിരിക്കുക, പഠിച്ചിരിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു എനിക്കുള്ള എൻ്റെ ഒരു ജീവിതം. കുറച്ചധികം ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക, എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരാളെങ്കിലും ഒരു സമൂഹത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ പ്രിവിലേജുകൾ ഒന്നുമില്ലാത്ത കുറേ വിഭാഗങ്ങളുണ്ട്, അവരിലേക്കൊക്കെ എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഓൺട്രപ്രണർ ആയിരിക്കുന്നു പുതിയ ഓൺട്രപ്രണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാൻ പറ്റണം. പ്ലസും മൈനസും ഉണ്ടാവും. എല്ലാ ദിവസവും നമുക്ക് ഫണ്ട് വരും, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ലാഭകരമായിരിക്കും ബിസിനസ് ഒന്നും പറയാൻ പറ്റില്ല. പുതിയ വെല്ലുവിളികൾ നമ്മൾ വരും. ഇന്ന് 2015 കാലഘട്ടത്തിൽ ഓൺലൈൻ ബിസിനസ്സിൽ കേരള PSAയിൽ ഞങ്ങൾ വെബ്സൈറ്റിൽ ആദ്യമായിട്ട് സെല്ല് ചെയ്തത് ഞങ്ങളാണ്, കോമ്പറ്റിറ്റീവ് ക്രാക്കറാണ്. ഇന്ന് നോക്കിയാൽ ഇഷ്ടം പോലെ കമ്പനീസ് സെല്ല് ചെയ്യാനുണ്ട്. അതെ, അവിടെ വരുമ്പോഴും നിങ്ങളുടെ കോർ മേഖലയിൽ നിങ്ങൾ എന്താണോ, നിങ്ങളുടെ മൂല്യം എന്താണോ ഫിക്സ് ചെയ്തേക്കുന്നത്, എന്താണോ നിങ്ങളുടെ കമ്പനി വിഭാവനം ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പ്രോഡക്റ്റ് വിഭാവനം ചെയ്തേക്കുന്നത്, അതിൽ കള്ളം ചേർക്കാതിരിക്കുക. എനിക്ക് പറയാൻ എളുപ്പമായിരിക്കും എന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു സക്സസ് റേറ്റ് നിന്ന് വന്നിരിക്കുന്നത് ഞാൻ അതിന് കള്ളം ചേർക്കാതെ ഇരുന്നത് കൊണ്ട് മാത്രമാണ്. ചിലപ്പോൾ ചില കോഴ്സൊക്കെ എടുത്തു വെച്ചിട്ട് തീർക്കാൻ വേണ്ടി ഇതിൻ്റെ മേടിച്ച ഫണ്ടിൻ്റെ 10 ഇരട്ടി ചിലവാകേണ്ടി വരും. പക്ഷേ പലപ്പോഴും പറയും, മറ്റുള്ളവരൊക്കെ പറയും ഇതൊക്കെ റീഫണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോഴും ഞാൻ പറയും അങ്ങനെയല്ല, നമ്മളെ വിശ്വസിച്ച് അവർ നമ്മളിലേക്ക് എത്തിയതാണ്. അത് വാക്ക് പാലിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ ബിസിനസ്സാണ്, ശരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുവീഴ്ച വേണ്ടി വരും, എങ്കിലും കോർ വാല്യൂവിൽ എടുക്കുക. പിന്നെ ബിസിനസ്സിൽ എപ്പോഴും ബിസിനസ്സാണെന്ന് കരുതി പഠിക്കാതിരിക്കരുത്. അതിലെ ഓരോ അപ്ഡേറ്റ്സും വാല്യൂസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ആയിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ എവിടെയാണോ നിങ്ങളുടെ കണ്ടൻറ്റിന് നിലനിൽപ്പുള്ളത് അത് മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്ത് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോവുക. ഇത്രയും നേരം നമ്മുടെ ഇപ്പോൾ വെൽത്തി സ്പോട്ട്ലൈറ്റ് ചെയ്യുന്ന ചേച്ചിയുടെ ലൈഫിലെ കുറേ സക്സസ്സിനെ പറ്റിയും കുറച്ച് മോട്ടിവേഷനൊക്കെ തന്ന്, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് മോട്ടിവേഷനൊക്കെ തന്ന് ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പം വരുന്നതിന് വളരെ സന്തോഷം, വളരെ നന്ദി. ചേച്ചിയുടെ ആഗ്രഹം പോലെ പുതിയ സക്സസ്സുകൾ ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ചെങ്ങന്നൂരിലെ ഒരു ഓഫ്ലൈനിൽ ഓഫീസ് തുടങ്ങണമെന്ന് ചേച്ചി പറഞ്ഞു അല്ലേ? അതെല്ലാം വളരെയധികം സക്സസ് ആയിട്ട് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഒപ്പം വന്നതിൽ. താങ്ക് യു സോ മച്ച്. അപ്പം എനിക്കും ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ട് ഞാനിങ്ങനെ പറയുന്നത്, ഈ ഒരു പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും വീണ്ടും ഒരു അവസരം കൂടെ പറഞ്ഞിട്ട് അല്ലേ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് എത്താൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.